ओम शांति। ओम शांति। ओम शांति। പരമമായ ഗുരുവും പരമശിക്ഷകനും പരമപിതാവും പരമാത്മാവുമായ ശിവ് ബാബ പ്രാണീശ്വരനും ഹൃദയേശ്വരനുമാണ്. ബാബ സർവജ്ഞനും സർവശക്തിവാനുമാണ്. ഭഗവാൻ ശിവൻ തന്നെയാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതും ജഗത്തിൻ്റെ നിയതാവും ജഗദീശ്വരനും. അഖിലകോടി ബ്രഹ്മാണ്ട നായകനുമായ ശിവ് ബാബയ്ക്ക് അനന്തകോടി നന്ദിയും നമസ്കാരവും. ഭഗവാനാണ് നിങ്ങളെ എല്ലാവരെയും കാണാനുള്ള അനുഭവങ്ങളും പങ്കുവയ്ക്കാനുള്ള സൗഭാഗ്യവും എനിക്ക് നൽകിയത്. ശിവ് ബാബയ്ക്ക് വീണ്ടും വീണ്ടും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എൻ്റെ പക്കൽ അത്രയധികം ഭക്തിയോ ജ്ഞാനമോ യോഗമോ ഒന്നുമില്ല എന്നതാണ് പരമാർത്ഥം. ഇതെല്ലാം ഭഗവാന്റെ പ്രസാദത്തിൻ്റെ രൂപത്തിൽ എനിക്ക് ലഭിച്ചതാണ്. നിങ്ങളെല്ലാവരുടെയും മുന്നിൽ ഇരിക്കാനുള്ള ഈ സൗഭാഗ്യവും പരമാത്മാവിൻ്റെ പ്രസാദം തന്നെയാണ്. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം ഭഗവാൻ തന്നെ തന്നതാണ്. നമ്മൾ ഭഗവാന്റെ കളിപ്പാട്ടങ്ങളാണ്. ആർക്ക് കിരീടമണിയിക്കണം, ആർക്ക് മാലയണിയിക്കണം എന്നതെല്ലാം ഈശ്വര നിശ്ചയം മാത്രം. നമുക്ക് ലഭിച്ചിരിക്കുന്നതെല്ലാം തന്നെ ഭഗവാന്റെ കരുണയും ദയയും അനുകമ്പയുമാണ്. ഞാൻ വളരെയധികം അനുഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. ബാബ ഇപ്പോൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത് തന്നെ അത്രയൊന്നും ഞാൻ ഭക്തി ചെയ്തിട്ടല്ല. ഞാൻ 13-14 വയസ്സുള്ളപ്പോൾ ഭക്തി മാർഗത്തിൽ ബനാറസിൽ താമസിക്കുന്നവരാണ്. എനിക്ക് ബാല്യകാലം മുതൽ തന്നെ ശിവ് ഭക്തിയാണ് ഉണ്ടായിരുന്നത്. ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ ശിവനെ മാത്രമാണ് പൂജിച്ചിരുന്നത്. എന്നാൽ ഞങ്ങൾ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സമ്പ്രദായത്തിൽ നമ്മൾ ആരാധിക്കേണ്ട ദേവതകളെക്കുറിച്ചുള്ള കാരണങ്ങളും ഫിക്സഡ് ആണ്. വൈഷ്ണവ സമ്പ്രദായത്തിലുള്ളവർ എല്ലാവരും വിഷ്ണുവിനെ മാത്രമാണ് ആരാധിച്ചിരുന്നത്. ഓരോ സമ്പ്രദായത്തിനും ഓരോ ദിഷ്ടദേവൻ ഉണ്ടാകുമല്ലോ. നിങ്ങൾക്ക് അറിയാമല്ലോ, മുസ്ലിം ധർമ്മത്തിലുള്ള എല്ലാവരും അല്ലാഹുവിനെ മാത്രമല്ലേ ആരാധിക്കുക. അതുപോലെ വൈഷ്ണവർ വിഷ്ണുവിനെയും ശൈവർ ശിവനെയുമാണ് ആരാധിക്കുക. ഇതുമാത്രമല്ല, ഗണേശനെ മാത്രം പൂജിക്കുന്നവരും ദേവിയെ പൂജിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് ആര് എന്ത് സമ്പ്രദായത്തിലുള്ള കുലത്തിലാണോ ജനിക്കുന്നത് അവർക്ക് ആ ദേവതയെ മാത്രമാണ് പൂജിക്കാനും ആരാധിക്കാനുമുള്ള അനുവാദമുള്ളത്. ഞങ്ങളുടെ എല്ലാ പൂർവികരും വൈഷ്ണവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളും വൈഷ്ണവ സമ്പ്രദായത്തിൽ തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ എനിക്ക് ശിവഭക്തിയാണ് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ഇക്കാര്യം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ എന്നോട് വല്ലാതെ ദേഷ്യപ്പെട്ടിരുന്നു. ശ്മശാനത്തിൽ താമസിക്കുന്ന ഒരാളുടെ പൂജയാണോ ഞാൻ ചെയ്തിരുന്നത്? താപസികളുടേതുപോലുള്ള വേഷമുള്ള ശിവൻ, സ്വന്തമായി വസ്ത്രം പോലുമില്ല, അങ്ങനെയൊരു ഭഗവാനെ പൂജിക്കുന്നത് അച്ഛന് തീരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഞാനും ധാരാളം ഭസ്മക്കുറികളൊക്കെ ധരിക്കുമായിരുന്നു. മാത്രമല്ല 12 വർഷം ഞാൻ സാധാരണ ആളുകളുടേതുപോലെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരുന്നില്ല. ഒറ്റ വസ്ത്രമാണ് ധരിച്ചിരുന്നത്, ചെരുപ്പിട്ടിരുന്നില്ല. എത്ര തന്നെ തണുപ്പുള്ള സമയമാണെങ്കിലും -ഡിഗ്രിയിലേക്ക് തണുപ്പ് പോയാലും ഞാൻ മറ്റു വസ്ത്രങ്ങളോ പുതപ്പോ ഉപയോഗിച്ചിരുന്നില്ല. 12 വർഷങ്ങൾ ഞാൻ തയ്ച്ച വസ്ത്രങ്ങൾ ഒന്നും ധരിച്ചിരുന്നില്ല. ശിവഭക്തി ചെയ്യുന്നവർക്ക് സ്വെറ്ററോ ഷോളോ ഒന്നും ബനാറസിൽ ആരും കൊടുക്കുക പോലുമില്ല. മാത്രമല്ല എനിക്ക് ബാബയോട് അത്രയും സ്നേഹമുണ്ടായിരുന്നു.
അതുകൊണ്ടായിരിക്കാം എന്നെയും ആളുകൾ ബാബ എന്ന് വിളിച്ചു തുടങ്ങി. എൻ്റെ മൊബൈലിലെ റിംഗ് ടോണ് പോലും ബാബാജി എന്ന് തുടങ്ങുന്നതാണ്. ഭഗവാനോടുള്ള അതിയായ സ്നേഹം കാരണം ഞാൻ വർഷത്തിൽ 3-4 പ്രാവശ്യം ബനാറസിലെ വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് പോകുമായിരുന്നു. നിങ്ങളിലും പലരും വിശ്വനാഥ ക്ഷേത്രത്തിലും പോയിട്ടുണ്ടാകുമല്ലോ. കാശിയും കാശിയിലെ വിശ്വനാഥ ക്ഷേത്രവും പ്രസിദ്ധമാണ്. സ്കന്ദപുരാണത്തിലും കാശി ശിവന്റെ തൃശൂലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. മാത്രമല്ല, മുഴുവൻ സൃഷ്ടിയുടെ നാശമുണ്ടായാൽ പോലും കാശിക്ക് നാശമില്ല എന്നാണ് സാധാരണയായി പറയാറുള്ളത്. ശാസ്ത്രങ്ങളിൽ സൃഷ്ടിയുടെ വിനാശകാലത്ത് പ്രളയമുണ്ടാകും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പരമശിവൻ കാശിയെ തൻ്റെ തൃശൂലത്തിൽ എടുത്ത് സംരക്ഷിക്കുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. പരമശിവന് പ്രാണനേക്കാളും പ്രിയം കാശിയോടാണ് എന്നും പറയാറുണ്ട്. കാശിയെക്കുറിച്ച് പ്രസിദ്ധമായൊരു ശ്ലോകം തന്നെ സ്കന്ദപുരാണത്തിലുണ്ട്. കാശിയെക്കുറിച്ച് വളരെ പ്രസിദ്ധമായൊരു ശ്ലോകം തന്നെ പുരാണത്തിലുണ്ട്. കാശി മനസ്സിൻ്റെ അഴുക്കിനെയും അന്ധകാരത്തെയും പരിപൂർണമായും ഇല്ലാതാക്കി ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന ഇടമാണ്. ഇതിനെയാണ് പറയുന്നത് കാശി എന്ന്. കാശിയെക്കുറിച്ച് മറ്റനേകം പ്രസിദ്ധമായ കാര്യങ്ങളും പുരാണങ്ങളിലുണ്ട്. കാശി മുക്തി പ്രദാനം ചെയ്യുന്ന സ്ഥാനമാണ് എന്നാണ് പറയാറുള്ളത്. വാസ്തവത്തിൽ കാശി മധുബനാണ്. വെറുതെ കാശിയിലിരുന്ന് ശരീരം ഉപേക്ഷിച്ചാൽ മാത്രം മതി മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. അനായാസമായി മുക്തി ലഭിക്കുന്ന സ്ഥാനമാണ്. അവിടെ സ്ഥിരമായി താമസിക്കുന്നവരിൽ 50 മുതൽ 60% വരെയുള്ള ആളുകൾ മരിക്കാൻ വേണ്ടിയാണ് അവിടെ സ്ഥിരമായി നിൽക്കുന്നത്. കാശിയിൽ വെച്ച് ഏത് വിധത്തിലാണെങ്കിലും ഞങ്ങളുടെ പ്രാണൻ പോകണം എന്നാണ് അവരുടെയെല്ലാം ആഗ്രഹം. ഇന്ന് ബാബ മുരളിയിലും കാശിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. കാശിയിൽ ഒരുപാട് സേവനങ്ങൾ നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ബാബ പറഞ്ഞത്. കാശി എന്നത് പഴയ പേരാണ്. പുതിയ പേര് ബനാറസ് അഥവാ വാരണാസി എന്നാണ്. ബാബ കാശി കൽവട്ട് എന്ന് ഒരു കിണറിനെ കുറിച്ച് മുരളിയിൽ പറയാറില്ലേ? കാശിയിൽ ഒരു കിണറുണ്ട്. ആ കിണറിനകത്ത് ഒരു ശിവലിംഗവുമുണ്ട്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് ഉള്ളത്. എന്നാൽ കിണറിൽ 4 ഭാഗത്തു നിന്നും വാളുകൾ കുത്തിവെച്ചിരിക്കുന്നതായി കാണല. ഇതെല്ലാം ഭക്തർക്ക് ഭഗവാനെ ലഭിക്കുന്നതിനായും ഭഗവാന്റെ സ്നേഹത്തിൽ ലയിച്ച് ജീവിച്ച ശേഷം അവർ ഈ കിണറ്റിനകത്തേക്ക് ഭഗവാനെ പ്രാപിക്കുന്നതിനായി ചാടി ജീവൻ വെടിയുന്നു. ഈ മൂർച്ചയേറിയ വാളുകളിൽ തട്ടി അവരുടെ എല്ലാ അംഗങ്ങളും കഷണം കഷണമായി മാറുകയും അവരുടെ രക്തം കൊണ്ട് ശിവലിംഗത്തിൽ അഭിഷേകം നടക്കുന്നതായും പറയപ്പെടുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. വളരെ അമൂല്യമായ ജീവിതമാണ് താങ്കൾക്കെല്ലാവർക്കും ലഭിച്ചിട്ടുള്ളത്. ഒരുപാട് വിലപിടിപ്പുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ അമൂല്യമാണ്. ആരാണോ ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് അവർക്ക് മാത്രമേ ഈ ജീവിതത്തിൻ്റെ മൂല്യം തിരിച്ചറിയുകയുള്ളൂ. ഉദാഹരണത്തിന്, താങ്കൾക്ക് 1 കോടി രൂപ വിലയുള്ള എന്തെങ്കിലും ഒരു പ്രത്യേക വസ്തു തരുന്നു എന്ന് കരുതുക. എന്നാൽ അവർ അതിൻ്റെ വില പറയുന്നില്ല. അതിൻ്റെ വില അറിയാത്തതുകൊണ്ട് താങ്കൾ അതിനെ എവിടെയെങ്കിലും ഒരിടത്ത് അശ്രദ്ധമായി വയ്ക്കും. ശരിയല്ലേ? അതിന് യാതൊരു ശ്രദ്ധയും നൽകുകയില്ല. എന്നാൽ അതേസമയം വളരെ ചെറിയൊരു വസ്തു, അത് അമേരിക്കയിൽ നിന്നും കൊണ്ടുവന്നതാണ്, വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു കമ്പനിയുടേതാണ് എന്ന് പറഞ്ഞ് ആരെങ്കിലും തരികയാണെങ്കിൽ താങ്കൾ അത് രാത്രിയിൽ പോലും കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഉറങ്ങും. ആരും അത് പിടിച്ചു പറിച്ചു കൊണ്ടുപോകരുത്, മോഷ്ടിക്കരുത് എന്ന് കരുതി താങ്കൾ അതിനെ തീവ്ര ശ്രദ്ധയോടെ സൂക്ഷിക്കും. ബാബയുടെ മൂല്യം എല്ലാവർക്കും മനസ്സിലാകില്ല. ബാബ എത്ര വിലപിടിച്ചതാണെന്ന്. ബാബയ്ക്ക് വേണ്ടി കണ്ണുനീർ ഒഴുക്കിയവർക്കും ഭഗവാന് വേണ്ടി രാത്രി മുഴുവനും ഉറക്കമൊഴിച്ചവർക്കും മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. ഞങ്ങൾ ചെരുപ്പ് പോലും ഇടാതെയാണ് കാശിയെ പ്രദക്ഷിണം വയ്ക്കാറുള്ളത്. പ്രത്യേകമായ ചില ആചാര അനുഷ്ഠാനങ്ങൾ നടക്കുന്ന സമയത്ത് വളരെ ചൂടുള്ള കാലമായിരിക്കും. അപ്പോൾ കാലിൽ ചെരുപ്പിടാതെ നട്ടുച്ചയ്ക്ക് പ്രദക്ഷിണം വെച്ച് ഞങ്ങളുടെ കാലുകളിൽ വളരെ വലിയ
കുമിളകൾ ഉണ്ടാകാറുണ്ട്. 75 കിലോമീറ്ററോളം പ്രദക്ഷിണം വെക്കണം. ഉള്ളംകാലിൽ തീക്കനൽ വെച്ചതുപോലെയാണ് നമുക്ക് ആ സമയത്ത് തോന്നുക. പിന്നീടുള്ള ദിവസങ്ങളിൽ കാലിലെ ചൂടും വ്രണങ്ങളും മാറുമോ എന്ന് തന്നെ സംശയം തോന്നാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നവരുണ്ട്. അവർ ഭഗവാനെ ലഭിക്കാനായി വെമ്പൽ കൊള്ളുകയാണ്. കാശി വിശ്വനാഥന്റെ വിഗ്രഹം കണ്ട് ഒരു മാതാവ് ആ വിഗ്രഹത്തിനെ പരിപൂർണമായി ആലിംഗനം ചെയ്തു. പിന്നിലുള്ളവരെല്ലാം അവരെ തള്ളി മാറ്റാൻ ശ്രമിച്ചിട്ടും അവർ ഭഗവാനെ മുറുകെ പിടിച്ചു തന്നെ ഇരുന്നു. നോക്കൂ, ആ ആത്മാവിന് പരമാത്മാവിനെ ലഭിക്കാനുള്ള ദാഹം എത്രയധികമാണെന്ന് ആലോചിച്ചു നോക്കൂ. അവരെ പിടിച്ചു മാറ്റാൻ എത്ര ശ്രമിച്ചിട്ടും ആർക്ക് സാധിച്ചില്ല. ആ അമ്മ എല്ലാവരോടും പറഞ്ഞു, ഞാൻ 2000 കിലോമീറ്റർ വരെ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നും വരികയാണ്. വളരെയധികം പൈസ ചെലവഴിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. 10 മണിക്കൂറായി ഞാൻ ഈ ക്യൂവിൽ കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ ഒന്ന് ആലിംഗനം ചെയ്യാൻ പോലും നിങ്ങൾ എന്നെ അനുവാദിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാന്റെ വിഗ്രഹം ഒന്ന് തൊടാൻ പോലും 2000 അല്ലെങ്കിൽ 3000 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ദൂരെ നിന്ന് തൊഴാനായി 500 രൂപയുടെ ടിക്കറ്റാണ് എടുക്കേണ്ടത്. അങ്ങനെയുള്ള ഭഗവാനെയാണ് നിങ്ങൾക്ക് സ്വന്തമായി ലഭിച്ചിരിക്കുന്നത്. ആ ഭഗവാന്റെ വില മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ ഓരോ ഞരമ്പുകളും പൊട്ടുന്ന സന്തോഷം നിങ്ങളിൽ ഉണ്ടാകേണ്ടതാണ്. ഇത് ബാബ തന്നെ മുരളിയിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ സന്തോഷം ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന പരമമായ സുഖം തന്നെയാണ്. ആരാണോ ശരിയായ രീതിയിൽ ഭഗവാനെ തിരിച്ചറിഞ്ഞ് അവർ ശിവബാബയെ ലഭിച്ച ലഹരിയിലിരിക്കും. ബാബ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? കുട്ടികളെ, ഞാൻ നിങ്ങളുടെ വിശ്വസ്തനായ സേവകനാണ് എന്നല്ലേ ബാബ പറയാറുള്ളത്. ഇത് ആദ്യമായി കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ സങ്കടം വന്നു. ഞാൻ ബാബയോട് പറഞ്ഞു, ഇനി ഇങ്ങനെ പറയരുത്. എൻ്റെ ഹൃദയം തന്നെ നുറുങ്ങിപ്പോയി. ഞാൻ അന്ന് മുഴുവൻ കരഞ്ഞു. ഇത്രയും ഉയർന്ന ഭഗവാൻ ആരുടെ മുന്നിലാണോ എല്ലാവരും തലകുനിക്കുന്നത്? ആ ശിവബാബ നമുക്കായി ഇത്രയധികം താഴേക്ക് വരുന്നു. ഇത്രയധികം കരുണ, ഇത്രയധികം നിരഹങ്കാരിത, ഇതൊന്നും ഞാൻ ഒരിക്കലും കാണുകയോ കേൾക്കുകയോ പോലും ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങളുടെ സേവകനാണ് എന്ന് പരമാത്മാവ് നമ്മളോട് പറയുന്നത്. ഈ ലോകത്തിൽ ആരെങ്കിലും വേലക്കാരൻ എന്ന് വിളിച്ചാൽ അയാൾ നമ്മളോട് എത്ര വഴക്കിടും അല്ലേ? ബാബ മാതാക്കളോട് എന്താണ് പറയാറുള്ളത്? നിങ്ങളുടെ കാല് തിരുമാനായി വന്നിരിക്കുകയാണ് എന്നല്ലേ ബാബ പറയാറുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കണം. ഇത്രമാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് യോഗം ചെയ്യാനായി പ്രത്യേകം പരിശ്രമിക്കേണ്ട യാതൊരു ആവശ്യവും തന്നെ വരില്ല. നിങ്ങൾ ഇരുന്നാൽ തന്നെ സ്വാഭാവികമായി യോഗം ചെയ്യാൻ സാധിക്കും. കണ്ണടയ്ക്കുകയോ ജ്യോതിബിന്ദു ലൈറ്റിനെ നോക്കുകയോ കമൻട്രി കേൾക്കുകയോ പാട്ട് കേൾക്കുകയോ ഒന്നിൻ്റെയും ആവശ്യം തന്നെയില്ല. ഇത്രയധികം ബാബ കുട്ടികൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. കുട്ടികളുടെ സേവനാകുന്നു. ബാബ ഇതെല്ലാം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടിയാണ്. ബാബ ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് എന്നല്ലേ പറയാറുള്ളത്. കുട്ടികൾ മനസ്സിലാക്കണം, പേരിലും പ്രശസ്തിയിലും യാതൊന്നുമില്ല. പരമാത്മാവിനേക്കാളും പ്രശസ്തിയുള്ള മറ്റാരെങ്കിലും ഈ ലോകത്തുണ്ടോ? ആരുമില്ല. ആരെല്ലാമാണോ തൻ്റെ പേരിനു മുന്നിൽ ജഗദ്ഗുരു എന്ന് പേര് വെച്ചത്, ആരെല്ലാമാണോ ഞാൻ തന്നെയാണ് ഭഗവാൻ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തിരുന്നത്, അവരെല്ലാം ജയിലിൽ പോയി കഴിഞ്ഞു. ഭഗവാന്റെ പേര് പറഞ്ഞ് ഒരുപാട് കാലം നിലനിൽക്കാൻ ആർക്കും കഴിയില്ല. ജീവിതം തന്നെ ദുഷ്കരമാക്കും. എന്തെന്നാൽ ഭഗവാന്റെ പേര് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ലൈസൻസ് ആരുടെ പക്കലുമില്ല. അങ്ങനെയുള്ള ഭഗവാനാണ് നമ്മുടെ മുന്നിൽ ഞാൻ നിങ്ങളുടെ വിശ്വസ്തനായ സേവകനാണ് എന്ന് പറഞ്ഞു നിൽക്കുന്നത്. ആരെങ്കിലും നിങ്ങൾക്ക് കുറച്ച് പൈസ നൽകി കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരോട് വഴക്കിടാൻ തുടങ്ങും. നിങ്ങളുടെ അഹങ്കാരത്തിന് കോട്ടം തട്ടും. മുഴുവൻ ദേഹത്തിനും തീ പിടിച്ചതുപോലെയാണ് നിങ്ങൾക്കപ്പോൾ തോന്നുക. എന്നാൽ ഭഗവാൻ സ്വയം നമ്മളോട് പറയുകയാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ. എൻ്റെ ഹൃദയ സിംഹാസനത്തിലിരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. ബാബ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പക്കൽ യാതൊരു ധനവുമില്ല. ഞാനിങ്ങനെ
ഒരു മഹാവാക്യമാണ് മുരളിയിൽ കേട്ടത്. എനിക്ക് കോഴ്സ് എടുത്ത് തന്നവർക്ക് മുഴുവനായി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എനിക്കും ചിലത് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ മുരളിയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. എപ്പോഴെങ്കിലും എൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഞാനത് നേരിട്ട് ബാബയോട് ചോദിക്കും. ബാബ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉത്തരം എനിക്ക് ടച്ച് ചെയ്ത് തരും. ബാബ എൻ്റെ പക്കൽ യാതൊന്നുമില്ല എന്ന് മുരളിയിൽ പറഞ്ഞപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ അങ്ങനെ പറയരുത്. ഭഗവാൻ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഭൂമി തന്നെ ഇല്ലാതായി മാറും. ഭഗവാൻ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ധനം. പരമമായ ധനം പരമാത്മാവ് തന്നെയാണ്. ഞങ്ങളുടെ ജീവിതവും പ്രാണനും എല്ലാം അങ്ങ് തന്നെയാണ്. അങ്ങ് തന്ന ധനങ്ങളാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സാരവും ആധാരവും ബാബയാണ്. എന്നാൽ ഇതിന് മറുപടിയായി ബാബ പറയുന്നത് എന്താണ്? എൻ്റെ ഓർമ്മയിൽ കുട്ടികൾക്ക് കണ്ണുനീർ വരുമ്പോൾ ഞാൻ അവരുടെ ഓരോ കണ്ണുനീർ മുത്തുകളെയും വജ്രമായി കണക്കാക്കി അതിനെ സൂക്ഷിച്ചു വെക്കുന്നു. ഞാൻ അവരുടെ കണ്ണുനീരിനെ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു. ഇതാണ് എൻ്റെ ധനം എന്നാണ് ബാബ പറഞ്ഞത്. ബാബയുടെ ഓർമ്മയിൽ കണ്ണുനീർ വരുന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രമാണ്. പലർക്കും അഹങ്കാരം മൂലമാണ് കണ്ണുനീർ വരുന്നത്. പലരുടെയും ഹൃദയം കല്ല് പോലെയായി മാറിയിരിക്കുന്നു. ആദ്യം വന്നവർക്കും ഏറ്റവും ആദ്യം ബാബയുമായി മിലനം ചെയ്യുന്നവർക്കും കണ്ണുനീർ വന്നിട്ടുണ്ടാകും. എന്നാൽ പതുക്കെ അവരിലേക്കും അഹങ്കാരം വരാൻ തുടങ്ങുന്നു. അഹങ്കാരം അവരെയും കീഴടക്കുന്നു. ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള ചിന്തകൾ വരുന്നു. അങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ബാക്കി സംസാരിക്കാനുള്ള ശേഷി മാത്രമേ പിന്നെ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾ വെടിമരുന്നുകളില്ലാത്ത തോക്കുപോലെയായി മാറുകയാണ് ചെയ്യുന്നത്. വാക്കുകളിൽ ശക്തി എങ്ങനെ ഉണ്ടാവാനാണ്? ഭഗവാനോടുള്ള പ്രേമത്തിലാണ് ശക്തിയുള്ളത്. പരമാത്മാവിനെ നിങ്ങൾക്ക് ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. ധാരണകൾ കൊണ്ടും പരമാത്മാവിനെ അറിയാൻ കഴിയില്ല. പ്രേമം കൊണ്ട് മാത്രമേ നമുക്ക് പരമാത്മാവിനെ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിൻ്റെ സാരം തന്നെ പ്രേമമാണ്. നമ്മുടെ ദാദിമാർ ആരും PhD ചെയ്തവരല്ല. നമ്മുടെ ദാദിമാർ ആരും തന്നെ PhD ചെയ്തവരല്ല. അവരാരും വലിയ വലിയ ഡിഗ്രികളൊന്നും ഉള്ളവരല്ല. എന്നാൽ ആ ത്രിലോകിനാഥനെ അവർ സ്വന്തം വിരൽത്തുമ്പുകൊണ്ട് നിയന്ത്രിച്ചിരുന്നു. ഞാൻ യജ്ഞത്തിൻ്റെ ചരിത്രം വായിച്ചിട്ടുണ്ട്. പ്രകാശ്മണി ദാദി, മൻമോഹിനി ദീദി, ഗുൽസാർ ദാദിജി ഇവർ 3 പേരും കൂടെ കാറിൽ പോവുകയായിരുന്നു. രമേശ് ഭായിജിയാണ് കാർ ഓടിച്ചിരുന്നത്. അവർക്ക് അതിപ്രധാനമായൊരു തീരുമാനം എടുക്കേണ്ടതുണ്ടായിരുന്നു. പ്രകാശ്മണി ദാദി പറഞ്ഞു, ബാബ ഇപ്പോൾ തന്നെ ഇവിടേക്ക് വരണം. മൻമോഹിനി ദീദി പറഞ്ഞു, താങ്കൾ എന്താണ് പറയുന്നത്? ബാബ എങ്ങനെയാണ് ഈ കാറിലേക്ക് വരിക? എന്നാൽ പ്രകാശ്മണി ദാദി പറഞ്ഞു, ബാബയെ വിളിക്കൂ. ഇപ്പോൾ തന്നെ ബാബയോട് ഇങ്ങോട്ട് വരാൻ പറയൂ. എമർജൻസി ആയൊരു കാര്യമുണ്ട്. നോക്കൂ, ബാബയ്ക്ക് കുട്ടികൾ വിളിക്കുമ്പോൾ വരാതിരിക്കാനാവില്ല. ബാബ വരിക തന്നെ ചെയ്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതിനെയാണ് പ്രേമത്തിൻ്റെ ബന്ധനമെന്ന് പറയുന്നത്. മുഴുവൻ ലോകത്തെയും നിയന്ത്രിക്കാനുള്ള പ്രേമത്തിൻ്റെ ചരട് കൊണ്ട് നിങ്ങൾക്ക് ബാബയെയും ബന്ധിക്കാനാവും. നിങ്ങൾക്ക് എവിടെയാണോ വരുത്തേണ്ടത് അവിടെ ഇരുത്താനും ഇത്രയും മധുരമായതും സ്നേഹം നിറഞ്ഞതുമായ ആളാണ് ശിവബോല ഭഗവാൻ. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോടെല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി വരാനിരിക്കുന്ന സമയത്ത് 2 തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വരും. വളരെ വലിയ രീതിയിൽ പ്രായശ്ചിത്തം അനുഭവിക്കുന്ന ആളുകളുണ്ടാകും. അതേസമയം പരമാനന്ദം അനുഭവിക്കുന്ന ആളുകളും ഉണ്ടാകും. ഭഗവാൻ ഒന്നും പറയില്ല. മായയും ഭഗവാന്റെ പ്രിയപ്പെട്ട കുട്ടി തന്നെയാണ്. ഭഗവാൻ ക്ഷമയുടെ സാഗരനാണ്. ഭഗവാൻ കരുണയുടെ സാഗരനാണ്. അങ്ങനെയുള്ള ആൾ എന്ത് പറയാനാണ്? ഭഗവാനെ ദേഷ്യം വരില്ലല്ലോ, പിന്നെന്ത് പറയാനാണ്? എന്നാൽ മായയ്ക്കും ഇതെല്ലാം വരും. ബാബയെ മോശമായി പറയുന്നത് മായയ്ക്ക് സഹിക്കില്ല. നിങ്ങൾക്ക് തോന്നും മായ ഈ മുഴുവൻ ലോകത്തെയും നരകമാക്കി മാറ്റിയിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല. ഇതെല്ലാം മനസ്സിലാക്കുന്നതിനുള്ള വ്യത്യാസമാണ് മായ. ആരുടെയും ഒരു കാര്യത്തെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. മായ എപ്പോഴും അത് തന്നെയാണ്. ഈ ലോകമാകുന്ന കളിക്കളത്തിൽ 2 കളിക്കാരാണുള്ളത്. ഒന്ന് ബാബ, മറ്റേത് മായ.
നമ്മളെല്ലാവരും ഫുട്ബോളാണ്. 2500 വർഷം ഒരാൾ തട്ടുമ്പോൾ നമ്മൾ ആ വഴിക്ക് പോകുന്നു. അടുത്ത 2500 വർഷം മറ്റേയാൾ തട്ടുമ്പോൾ നമ്മൾ വേറെ വഴിക്ക് പോകുന്നു. ഇതിൽ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? നമ്മൾ വിചാരിക്കും നമ്മൾ പാവനമായി മാറുകയാണ് എന്ന്. അല്ല, ഭഗവാൻ നമ്മളെ പാവനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ഭഗവാൻ നമ്മളെ പാവനമാക്കി മാറ്റുക തന്നെ ചെയ്യും. ഇപ്പോൾ ഭഗവാന്റെ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ നിങ്ങളെ പാവനമാക്കി മാറ്റാതെ വിടുകയില്ല. ഞാൻ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിച്ച ആളല്ല. യഥാർത്ഥത്തിൽ ഞാൻ മഹാമണ്ഡലേശ്വരനാകാനാണ് ആഗ്രഹിച്ചത്. എനിക്കും ജഗദ്ഗുരുവൻ ആകണം. എൻ്റെ തലയ്ക്ക് മുകളിലും അലങ്കരിച്ച് കൂടെ വയ്ക്കണം. എൻ്റെ ഇരുവശത്തും എനിക്ക് കാവൽക്കാരായി 2 പേരുണ്ടാകണം എന്നൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹങ്ങൾ. ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഹരിദ്വാറിൽ എനിക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകാനായി ധാരാളം പേർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മുകളിൽ ശിവബാബയുണ്ടല്ലോ. ബാബ എന്നെ അവിടെയൊന്നും ഇരിക്കാൻ അനുവദിച്ചില്ല. പല സ്ഥലങ്ങളിൽ നിന്നും ഞാൻ എത്തിച്ചേരുന്നതിലൊക്കെ പല പല മാറ്റങ്ങളും ഉണ്ടായി. അങ്ങനെ ധാരാളം വഴികളിലൂടെ ബാബ എന്നെ നടത്തിച്ചു. അവസാനം 2017 ബാബ എന്നോട് ബനാറസിൽ നിന്ന് പോകാനായി പറഞ്ഞു. 2017 അല്പസമയത്തേക്ക് കാശിയിൽ നിന്ന് മാറി നിൽക്കാനാണ് ബാബ എന്നോട് പറഞ്ഞത്. എന്തിനാണ് കാശിയിൽ നിന്ന് പോകുന്നതെന്ന് ഞാൻ ബാബയോട് ചോദിച്ചു. അപ്പോൾ ബാബ പറഞ്ഞു, ഇവിടെ അപകടമുണ്ട്, അതിനാൽ ഇവിടെ വിട്ടു പോകണം. നീ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഇനി നിനക്ക് ലഭിച്ച കാര്യങ്ങളെല്ലാം വിതരണം ചെയ്യേണ്ട സമയമാണ്. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലായി. എനിക്ക് എന്താണ് ലഭിച്ചതെന്ന് മനസ്സിലായില്ല. ഞാൻ സത്യമായ കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒന്നും മനസ്സിലായില്ല. കാശി വിശ്വനാഥ സ്വാമികളിൽ നിന്നുമാണ് ഈ ശബ്ദം എനിക്ക് കേട്ടത്. എനിക്ക് ലഭിച്ച കാര്യങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് എന്താണ് ലഭിച്ചത്, എന്താണ് വിതരണം ചെയ്യേണ്ടത് എന്നൊന്നും എനിക്കവിടെ മനസ്സിലായതേയില്ല. അവിടെ നിന്നും തിരിച്ചു വന്നതിന് ശേഷം മാത്രമാണ് എനിക്ക് ജ്ഞാനം ലഭിച്ചത്. അതിനുശേഷം ഞാൻ 6 മാസം മൗനത്തിലിരുന്നു. അപ്പോൾ മാത്രമാണ് എനിക്ക് മുരളി മനസ്സിലാക്കുവാൻ തുടങ്ങിയത്. 6 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ശരിയായ രീതിയിൽ മുരളി മനസ്സിലാക്കാൻ തുടങ്ങിയത്. മുരളി മനസ്സിലാക്കാൻ വേണ്ടി 6 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ഭഗവാൻ വിചിത്രനാണല്ലോ. അപ്പോൾ ഭഗവാൻ പറയുന്ന കാര്യങ്ങളും വിചിത്രമായിരിക്കില്ലേ? ഞാൻ വളരെ പെട്ടെന്ന് ആളുകൾ പറയുന്നത് വിശ്വസിക്കുന്ന ആളല്ല. സ്വയം കേട്ട് സന്തുഷ്ടനാവുന്നതാണ് എൻ്റെ രീതി. അതുവരെ നിങ്ങൾ എത്ര തന്നെ ജ്ഞാനം തന്നാലും എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. എൻ്റെ ഈ രീതികളെല്ലാം ബാബ സ്വയം മനസ്സിലാക്കി ചെയ്തു തരികയാണ് ചെയ്തത്. ബാബ തന്നെയാണ് എനിക്ക് മുരളി മനസ്സിലാക്കി തരികയും ചെയ്തത്. ബാബ മധുരമായ കുട്ടി എന്ന് വിളിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ബാബ ഞാൻ വളരെയധികം കയ്പ് നിറഞ്ഞൊരു കുട്ടിയാണ്. എന്നിട്ടും ബാബ എന്തുകൊണ്ടാണ് മധുരമായ കുട്ടി മധുരമായ കുട്ടി എന്ന് തന്നെ വിളിക്കുന്നത്? ഈ ലോകത്ത് മുഴുവനും വളരെയധികം അപകടകാരികളായ ആളുകളാണ്. ഉള്ളിൽ പരസ്പരം കടിച്ചു കീറാൻ കാത്തു നിൽക്കുന്നവരാണ്. എന്നിട്ടും അങ്ങ് തുടക്കത്തിൽ തന്നെ മധുരമായ കുട്ടി എന്നെന്നെ വിളിക്കുന്നു. ഇടയ്ക്ക് മറ്റെന്തെങ്കിലും വിളിച്ചുകൂടെ എന്ന് പോലും ഞാൻ ചോദിക്കാറുണ്ട്. എന്നാൽ ബാബ പറഞ്ഞു, ഞാൻ ഏത് ദൃഷ്ടിയിലൂടെയാണോ ഏത് കണ്ണുകളിലൂടെയാണോ നിങ്ങളെ കാണുന്നത്, അതേ കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ മറ്റുള്ളവരെയും കാണുക. അപ്പോൾ ചുറ്റുമുള്ളവരെല്ലാവരും മധുരമുള്ളവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടെ കയ്പ് സ്വഭാവമുള്ളവർ ആരും തന്നെയില്ല. നിങ്ങൾ അവരുടെ ഇപ്പോഴത്തെ ആക്ടിംഗ് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാമനും രാവണനും ഒരു സ്റ്റേജിലാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ടിംഗ് കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കും. ബാബ പറഞ്ഞു, ഞാൻ ബാക്ക് സ്റ്റേജിലുള്ള കാര്യത്തെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സ്റ്റേജിൽ നടക്കുന്ന കാര്യം മാത്രമേ കാണുന്നുള്ളൂ. അതിനാലാണ് നിങ്ങൾക്ക് മുന്നിലുള്ളവരെല്ലാം കയ്പ് സ്വഭാവക്കാരാണെന്ന് തോന്നുന്നത്. ആരും കയ്പ് സ്വഭാവമുള്ളവരല്ല. ബാബ ഇത്രയധികം മധുരമുള്ള ആളാണെങ്കിൽ പിന്നെ ബാബയുടെ കുട്ടികൾക്ക് കയ്പ് സ്വഭാവമുള്ളവരായി മാറാൻ കഴിയുകയില്ല. ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇത് കേട്ടപ്പോഴാണ് എൻ്റെ മനസ്സ് ശാന്തമായത്. ഇപ്പോൾ നാനാഭാഗത്തു നിന്നും എനിക്ക് നിന്ദയും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എനിക്ക് മാല അണിയിച്ചു തന്നു, കിരീടം അണിയിച്ചു തന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ പലരും എന്നെ നിന്ദിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഞാൻ ഈ സഹോദരിമാരുടെ പിറകെയാണ്.
പെൺകുട്ടികളുടെ പിറകെ പോയിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. നോക്കൂ, ബ്രഹ്മബാബയ്ക്കും വളരെയധികം അപമാനങ്ങൾ സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. എത്ര കൂടുതൽ അപമാനം ഉണ്ടാകുന്നുവോ അത്രയും ഉയർന്ന പദവിയാണ് ലഭിക്കുക. സഹിക്കേണ്ടി വരും. അപമാനിക്കുന്നവരോട് മറുപടി പറയാൻ തുടങ്ങിയാൽ പിന്നെ ഒന്നും ലഭിക്കില്ല. ബ്രഹ്മബാബയ്ക്ക് ലഭിച്ച അപമാനങ്ങൾ ചെറുതൊന്നുമല്ല. ലോകം മുഴുവനും ബ്രഹ്മബാബയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞു. അമേരിക്കയിലെ ന്യൂസ് പേപ്പറിൽ പോലും ബ്രഹ്മബാബയെക്കുറിച്ച് മോശമായി എഴുതി. സിന്ധിലെ ഒരു രത്നവ്യാപാരി അവനവന് കൃഷ്ണൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയോ മന്ത്രവാദങ്ങൾ ചെയ്ത് 300ഓളം സ്ത്രീകളെ തൻ്റെ കൂടെ നിർത്തിയിരിക്കുന്നു. ഇത്രയധികം വികാരമുള്ള ആളാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ബ്രഹ്മബാബയ്ക്ക് എന്തെല്ലാം സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകും. അദ്ദേഹം വെറുതെയല്ല ഇത്രയും വലിയ ഉയർന്ന പദവിയിൽ എത്തിയത്. നോക്കൂ, നമ്മളെക്കുറിച്ച് ആരെങ്കിലും ഒരു വാക്കെങ്കിലും മോശമായി പറഞ്ഞാൽ, മറ്റെന്തെങ്കിലും സ്ഥലത്തിരുന്ന് മോശമായി പറഞ്ഞാൽ പോലും നമുക്ക് എന്തെല്ലാമാണ് തോന്നുക. എന്നെക്കുറിച്ച് മറ്റെന്തെല്ലാമാണ് പറഞ്ഞത്, വേറെന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് അന്വേഷിച്ചറിയും അല്ലേ? മനസ്സിലാകെ ഒരു പരിഭ്രമമായിരിക്കും. ശരിയല്ലേ? ബാബയ്ക്ക് എത്ര സൽപ്പേരാണ് ഉണ്ടായിരുന്നത്. ആളുകൾ അപമാനിക്കുമ്പോൾ എത്ര പ്രശസ്തിയുണ്ടോ അത്രയും വേദനയും ഉണ്ടാകും. ബ്രഹ്മബാബ എന്തെല്ലാമാണ് ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ടാവുക എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ബ്രഹ്മബാബ എന്ത് അപരാധമാണ് ചെയ്തത്? ഒരു അപരാധവും ചെയ്തില്ല. ശിവ് ബാബയോട് ബ്രഹ്മബാബയ്ക്ക് അതിയായ പ്രേമമുണ്ടായിരുന്നു. അതാണ് അദ്ദേഹം ചെയ്ത അപരാധം. എന്നാൽ ആ പ്രേമം എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഇത്രയധികം വിഷമതകൾ സഹിക്കേണ്ടി വന്നു. അതിരുവിട്ട രീതിയിലുള്ള അപമാനങ്ങളാണ് ബ്രഹ്മബാബയ്ക്ക് സഹിക്കേണ്ടി വന്നത്. ഈ അപമാനങ്ങളും വിഷമതകളും സഹിച്ചതിനാലാണ് ബ്രഹ്മബാബ ശ്രീകൃഷ്ണനായി മാറിയത്. അല്ലാതെ വെറുതെ അങ്ങ് ശ്രീകൃഷ്ണൻ ആർക്കും കഴിയില്ലല്ലോ. എന്ത് കാര്യത്തിനും അതിൻ്റെതായ വില നൽകേണ്ടി വരും. പച്ചക്കറിക്കിടയിലും കുറച്ച് മല്ലിയില വേണമെങ്കിൽ പോലും 1 രൂപ കൊടുക്കണം. അല്ലാതെ വെറുതെ തരില്ലല്ലോ. ഇവിടെ നിങ്ങൾ പരമാത്മാവിനെയാണ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. പരമമായ ധനമാണ് പരമാത്മാവ്. ഈ പ്രപഞ്ചത്തിന്റെ സാരമാണ് ഭഗവാൻ. രാം രതൻ ധൻ എന്നാണ് ഭഗവാനെക്കുറിച്ച് പറയാറുള്ളത്. നിങ്ങൾ ഭഗവാനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അതിന് വില നൽകാൻ, മറ്റുള്ളവരിൽ നിന്നും അപമാനത്തിന്റെ ഒരു വാക്കുപോലും കേൾക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. ഭഗവാൻ അത്ര വില കുറഞ്ഞ ഒന്നല്ല. നോക്കൂ, എൻ്റെ ഗുരുജി പോലും എന്നെ നിരന്തരമായി നിന്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ മാതാക്കളുടെയും സഹോദരിമാരുടെയും കൂടെ ബാബയുടെ സേവനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്. എന്നാൽ എനിക്കതിൽ യാതൊരു വിഷമവും തോന്നാറില്ല. ഞാൻ ഒരേയൊരു ശിവബാബയെ മാത്രമാണ് നോക്കുന്നത്. അച്ഛനെ എന്താണോ ലഭിച്ചത് അത് തന്നെ മകനും ലഭിക്കുമ്പോഴാണ് മകൻ മകനാകുന്നത്. ആദ്യമൊന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള നിന്ദയും ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ നിന്ദയും അപമാനവും ലഭിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് യഥാർത്ഥ അച്ഛനെ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. എനിക്ക് ബ്രഹ്മബാബയെ ലഭിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ മോശമായി പറയുന്നവർ മകനെ മോശമായി തന്നെ പറയുമല്ലോ. കളങ്കങ്ങളെയും നിങ്ങൾ സ്വീകരിക്കണമെന്ന് ബാബ മുരളിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്ദയും അപമാനവുമെല്ലാം വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. യോഗിയായി മാറണമെങ്കിൽ നിന്ദ കേൾക്കാനുള്ള ധൈര്യവും ഉണ്ടായിരിക്കണം. ഇതിലൂടെ നിങ്ങളുടെ പാപങ്ങളെല്ലാം വളരെ പെട്ടെന്ന് ഇല്ലാതായി മാറുകയും ചെയ്യും. യാതൊരു യോഗവും ചെയ്യാതെ വളരെ പെട്ടെന്ന് പാപം ഇല്ലാതാകുന്ന മാർഗമാണ് നിന്ദ കേൾക്കുക എന്നത്, അപമാനങ്ങളെ സഹിക്കുക. മാത്രമല്ല അപമാനിക്കുന്നവരോട് നന്ദി പറയുക കൂടെ ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പാപങ്ങളെല്ലാം ഇല്ലാതാകും. ഞാൻ ഈ പറയുന്നതെല്ലാം സത്യമാണ്. ഇതെല്ലാം എൻ്റെ അനുഭവങ്ങളാണ്. ഞാൻ യോഗം വളരെ കുറച്ചാണ് ചെയ്യുന്നത്. എന്നാൽ എന്നെ 4 ഭാഗത്തു നിന്നും നിന്ദിക്കുന്നത് കാരണം എൻ്റെ പാപങ്ങളെല്ലാം പതുക്കെ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്. പാപങ്ങൾ മൈനസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ചെറിയ കഥ പറയാം. നമ്മൾ ഇവിടെ പ്രേമത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രേമത്തിന്റെ കാര്യത്തിൽ വാച്ച് നോക്കരുത് എന്ന് പറയാറുണ്ട്. നമ്മളുടെയും ഭഗവാന്റെയും ഇടയിൽ സമയത്തിന് യാതൊരു റോളുമില്ല. പണ്ട് ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് വളരെ വലിയ അസുഖം വന്നു.
ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള വൈദ്യന്മാർ അദ്ദേഹത്തെ ചികിത്സിക്കാനെത്തി. പക്ഷെ അവർക്കാർക്കും രാജാവിന്റെ രോഗം ഭേദമാക്കാൻ കഴിഞ്ഞില്ല. പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ രോഗം അധികമാകാൻ തുടങ്ങി. അദ്ദേഹം പെട്ടെന്ന് തന്നെ മരിക്കുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. അദ്ദേഹം വളരെ നല്ലൊരു രാജാവായിരുന്നു. പ്രജകൾക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു അദ്ദേഹത്തെ, സ്നേഹമായിരുന്നു. തങ്ങളുടെ രാജാവ് മരിക്കരുതേ എന്നാണ് അവരെല്ലാവരും ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന് പ്രായവും വളരെ കുറവായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ യാതൊരു വഴിയും ഉണ്ടായിരുന്നില്ല. എല്ലാ വൈദ്യന്മാരും തങ്ങൾക്കാവുന്ന വിധം ചികിത്സിച്ചു. പക്ഷേ രാജാവിന്റെ അസുഖം മാറ്റാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. ഒരിക്കൽ ആ രാജ്യത്തിലൂടെ ഒരു സന്യാസി യാത്ര ചെയ്യുന്നത് മന്ത്രി കണ്ടു. വളരെ വലിയ സന്യാസിയല്ലേ, ഇദ്ദേഹം അനുഗ്രഹിച്ചാൽ ഒരു പക്ഷെ രാജാവിന്റെ അസുഖം മാറിയാലോ എന്ന് മന്ത്രി വിചാരിച്ചു. മന്ത്രി സന്യാസിയെ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയും രാജാവിന്റെ അവസ്ഥ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. രാജാവിനെ കണ്ട ഉടൻ രാജാവിന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ല, രാജാവ് മരിക്കുക തന്നെ ചെയ്യും എന്ന് സന്യാസിക്ക് മനസ്സിലായി. എന്തെല്ലാമാണ് രാജാവിന് വേണ്ടി ചെയ്തത് എന്ന് സന്യാസി ചോദിച്ചു. ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. ചികിത്സ, ദാനം, പൂജകൾ, ഹോമങ്ങൾ, അങ്ങനെ എല്ലാം ചെയ്തു കഴിഞ്ഞു. ആരെന്തെല്ലാം പറഞ്ഞുവോ അതെല്ലാം ചെയ്തു. എല്ലാ മരുന്നുകളും ചെയ്തു കഴിഞ്ഞു. സന്യാസി രാജാവിനോട് പറഞ്ഞു, എൻ്റെ പക്കൽ ഒരു മരുന്നുണ്ട്, പക്ഷെ അങ്ങ് ഇത് ഉപയോഗിച്ചാൽ മാത്രമേ ഫലം ലഭിക്കുകയുള്ളൂ. രാജാവ് പറഞ്ഞു, ഇനി ഒരു മരുന്നും ഞാൻ പരീക്ഷിച്ചു നോക്കാൻ ബാക്കിയില്ല. താങ്കൾ പറയുന്ന ഈ മരുന്ന് ഒരു പക്ഷേ അവസാനത്തേതായിരിക്കും. എങ്കിലും പറയൂ, ഞാനത് കഴിക്കാം. സന്യാസി പറഞ്ഞു, ഇത് മറ്റു മരുന്നുകൾ പോലെയല്ല. ഇത് അവ എല്ലാറ്റിനേക്കാളും അപകടകാരിയായ ഒരു മരുന്നാണ്. ഇതിൽ ചിലപ്പോൾ ജീവൻ പോകാൻ സാധ്യതയുണ്ട്. രാജാവ് പറഞ്ഞു, ഞാൻ എന്തായാലും മരിക്കും. ഈ മരുന്ന് ഉപയോഗിച്ചു നോക്കിയിട്ട് ഞാൻ രക്ഷപ്പെടുകയാണെങ്കിലോ? സന്യാസി പറഞ്ഞു, മരുന്ന് 100% ഉറപ്പുള്ള ഒന്നാണ്, പക്ഷെ അങ്ങ് അത് ഉപയോഗിക്കണം. അങ്ങനെ രാജാവ് മരുന്ന് കഴിക്കാൻ സമ്മതിച്ചു. സന്യാസി വീണ്ടും പറഞ്ഞു, നന്നായി ആലോചിക്കണം. മരുന്ന് കഴിക്കേണ്ട സമയം വരുമ്പോൾ പിന്മാറരുത്. രാജാവ് പറഞ്ഞു, ഞാൻ പരിപൂർണമായും ആലോചിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഞാൻ ഈ മരുന്ന് കഴിക്കാം. സന്യാസി പറഞ്ഞു, താങ്കൾ മദ്യം കഴിക്കണം. ഇവിടെ ഇരുന്ന് കഴിക്കുകയല്ല, മദ്യം കയ്യിലെടുക്കണം. എന്നിട്ട് താങ്കളുടെ രാജ്യത്തെ വഴികളിലൂടെ നടന്നുകൊണ്ട് മദ്യം കുടിക്കണം. താങ്കളുടെ പ്രജകൾക്ക് മുന്നിലൂടെ വളരെയധികം മദ്യം കുടിച്ച ഒരാളെ പോലെ നടക്കണം. രാജാവ് പറഞ്ഞു, ഞാൻ സത്യവും ധർമ്മവും പാലിക്കുന്ന ഒരാളാണ്. സമൂഹത്തിൽ എനിക്ക് വളരെ വലിയ സ്ഥാനമാണുള്ളത്. എൻ്റെ പ്രജകൾ എന്നെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് കാണുന്നത്. എനിക്ക് മരിക്കാൻ വിഷമമില്ല, പക്ഷേ ഇങ്ങനെയുള്ള കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല. സന്യാസി പറഞ്ഞു, ശരി, താങ്കൾ മരിച്ചോളും. ഇനി എനിക്കിവിടെ നിൽക്കാനാവില്ല, ഞാൻ പോകുന്നു. മരുന്ന് വളരെ കയ്പ് നിറഞ്ഞതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കുടിക്കാൻ പറ്റുമെങ്കിൽ മാത്രം റെഡിയായാൽ മതി എന്നും പറഞ്ഞിരുന്നു. ഇത് നിങ്ങളുടെ ജീവന്റെ കാര്യമാണ്. രാജാവ് പറഞ്ഞു, മറ്റെന്തെങ്കിലും ഉപായമുണ്ടെങ്കിൽ പറയൂ. സന്യാസി പറഞ്ഞു, മറ്റൊരു ഉപായവുമില്ല. ഇത് ഏറ്റവും അവസാനത്തേതും ശക്തിശാലിയുമായ മരുന്നാണ്. മദ്യം കുടിച്ച് രാജ്യത്തിലൂടെ നടക്കുകയാണെങ്കിൽ താങ്കളുടെ അസുഖം പരിപൂർണമായി മാറും. തന്റെ ജീവൻ രക്ഷിക്കേണ്ടതാണ് ആദ്യത്തെ കാര്യം. അതിനുശേഷം മാത്രമാണ് പ്രജകളുടെ കാര്യം വരുന്നത്. രാജാവിന് അത്ര ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ രാജാവ് സദാ നല്ല കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ചുവടിലും ശ്രദ്ധിക്കും. മോശമായ ഒന്നും തന്നിൽ നിന്നും ഉണ്ടാവാതിരിക്കാൻ അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഒരു വിധത്തിലും തനിക്ക് അപമാനങ്ങളോ ഗ്ലാനികളോ ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം പരിപൂർണമായും ശ്രദ്ധിച്ചിരുന്നു. ധൈര്യം സംഭരിച്ച് മദ്യത്തിന്റെ കുപ്പിയും കയ്യിലെടുത്ത് അദ്ദേഹം നഗരത്തിലേക്ക് ഇറങ്ങി. കയ്യിൽ മദ്യക്കുപ്പിയുമായി വരുന്ന രാജാവിനെ കണ്ട് പ്രജകളൊക്കെ ഇളകി. രോഗം കാരണം അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് എന്തോ സംഭവിച്ചുപോയി. ഇത്ര നീതിമാനായ രാജാവ് മദ്യപാനിയായി എന്നാണ് പ്രജകൾ വിചാരിച്ചത്. രാജാവ് മദ്യക്കുപ്പിയുമായി നടന്ന് ശരിക്കും ഒരു മദ്യപാനിയെ പോലെ അഭിനയിച്ചു. ഒരു ദിവസത്തിൽ തന്നെ തൊട്ടടുത്തുള്ള എല്ലാ ഗ്രാമങ്ങളിലും വീടുകളിലുമുള്ള ആളുകൾ രാജാവിനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി.
രണ്ടാമത്തെ ദിവസവും ഇതേ പ്രവർത്തികൾ തുടരാൻ സന്യാസി രാജാവിനോട് പറഞ്ഞു. രണ്ടാമത്തെ ദിവസവും രാജാവ് ഇതേ പ്രവർത്തികൾ ആവർത്തിച്ചു. അതോടുകൂടി മുഴുവൻ രാജ്യത്തിലും രാജാവിനെക്കുറിച്ച് വളരെ മോശമായ കഥകൾ പരക്കാൻ തുടങ്ങി. രാജാവ് പതീതമായി. രാജാവിന് ബുദ്ധിഭ്രമം സംഭവിച്ചു. ഇങ്ങനെ ഒരു നല്ല രാജാവല്ല, വളരെ മോശമായ ആളാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നാട്ടിലെ ജനങ്ങൾ എല്ലാം പറയാൻ തുടങ്ങി. അതോടെ സന്യാസി രാജാവിനോട് പറഞ്ഞു, എല്ലാ നഗരങ്ങളിലേക്കും ഒരു മദ്യപാനിയെ പോലെ പോകണം. അങ്ങനെ രാജ്യം മുഴുവനും നടക്കാനാണ് സന്യാസി രാജാവിനോട് പറഞ്ഞത്. 15 ദിവസത്തിനുള്ളിൽ രാജാവ് ഒരു മദ്യപാനിയെ പോലെ രാജ്യം മുഴുവനും സഞ്ചരിച്ചു. രാജ്യത്തുള്ള എല്ലാ ആളുകളും രാജാവിനെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കാനും തുടങ്ങി. പതുക്കെ പതുക്കെ രാജാവിന്റെ അസുഖം ഭേദമാകാൻ തുടങ്ങി. ഇത് കണ്ട രാജാവിന് ആകെ അത്ഭുതമായി. അസുഖം ഭേദമാകുന്നു, ശരീരത്തിന് ശക്തി ലഭിച്ചു, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടപ്പോൾ സന്യാസി പറഞ്ഞു, ഇനി ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ തന്നെ ഇരിക്കുക. 1 മാസം ആ നാട്ടിലുള്ള എല്ലാവരും നിരന്തരമായി രാജാവിനെ കുറിച്ച് വളരെ മോശമായ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. രാജാവിനെ നിന്ദിച്ചുകൊണ്ടേയിരുന്നു. ഈ 1 മാസത്തിനധികം രാജാവ് പരിപൂർണമായി രോഗവിമുക്തനായി ആരോഗ്യവാനായി മാറി. രാജാവ് സന്യാസിയോട് ചോദിച്ചു, അങ്ങ് ഇതെന്ത് മരുന്നാണ് ചെയ്തത്? ഞാൻ പരിപൂർണമായ ആരോഗ്യവാനായി മാറിയല്ലോ. അപ്പോൾ സന്യാസി പറഞ്ഞു, നീ മുൻപ് എന്തെല്ലാം പാപങ്ങളാണോ ചെയ്തിരുന്നത് അതെല്ലാം നാട്ടിലുള്ള എല്ലാവരിലേക്കും വിതരണം ചെയ്യപ്പെട്ടു. താങ്കൾ ചെയ്ത മറ്റു പുണ്യങ്ങൾക്കൊന്നും താങ്കളുടെ പാപകർമ്മങ്ങളെ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്നില്ല. പല ജന്മങ്ങളായി താങ്കൾ ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഓരോ നഗരങ്ങളിലും താങ്കളെക്കുറിച്ചുള്ള മോശമായ കാര്യങ്ങൾ ആളുകൾ പറയാൻ തുടങ്ങിയപ്പോൾ താങ്കളുടെ പാപം അവർക്കെല്ലാം വിതരണം ചെയ്യപ്പെട്ടു. അങ്ങനെ താങ്കളുടെ പാപങ്ങളെല്ലാം ഇല്ലാതായി. അതിനാലാണ് താങ്കൾ ഈ രോഗത്തിൽ നിന്നും വിമുക്തനായത്. ഇനി പറയൂ, താങ്കളെ അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നവർക്ക് താങ്കൾ ഗിഫ്റ്റ് കൊടുക്കുകയും നന്ദി പറയുകയും ചെയ്യുമോ, അതോ അവരെ വഴക്ക് പറയുകയാണോ ചെയ്യുക? അതിനാലാണ് നിന്ദ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പൈസ കൊണ്ട് വീട് പോലും ഉണ്ടാക്കി കൊടുക്കണം എന്ന് പ്രശസ്ത കവി കബീർദാസ് പറഞ്ഞിട്ടുള്ളത്. എത്ര ശ്രേഷ്ഠമായ കാര്യമാണിത്! വളരെ വലിയ ഒരു ഉപായമാണ്. പക്ഷേ ബുദ്ധി ഈ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ ഇത് ഫലിക്കുകയുള്ളൂ. യോഗമൊന്നും ചെയ്യാതെ നമ്മുടെ പാപം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പാപം ഇല്ലാതാക്കാനായി ബാബ 2 മാർഗങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഒന്ന് കർമ്മഭോഗമാണ്, മറ്റൊന്ന് യോഗം. അല്ലാതെ മൂന്നാമതൊരു വഴി ബാബ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു വഴി കൂടിയുണ്ട്. ഇന്നത്തെ കാലത്ത് മായ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിറച്ചിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അസൂയ, ഈർഷ്യ. ഇവിടെ ഇതിന് ജന്മം ആരംഭിക്കുന്നു. ഞാൻ ചെറുതാണ്, അവർ വലുതാണ് എന്ന ചിന്തയിലൂടെയാണ് അസൂയ ഉണ്ടാകുന്നത്. സ്വയത്തെ വില കുറച്ച് കാണുമ്പോൾ ഞാൻ താഴ്ന്നതാണ്, അവർ വലുതാണ് എന്നൊക്കെ തോന്നാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവരോട് അസൂയ ഉണ്ടാകാൻ തുടങ്ങുന്നു. അജ്ഞാനികൾക്ക് അസൂയ ക്യാൻസർ പോലെയാണ്. ക്യാൻസറിന് ചികിത്സയുണ്ട്. 3rd സ്റ്റേജ് വരെയുള്ള ക്യാൻസറിന് പോലും ചികിത്സയുണ്ട്. എന്നാൽ ജ്ഞാനികൾക്ക് അസൂയ ഉണ്ടായാൽ തുടങ്ങിയാൽ പരമാത്മാവിന് പോലും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾ എല്ലാവരെയും പരമാത്മാവാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതെന്റെ വളരെ വലിയ സൗഭാഗ്യമാണ്. ഞാൻ സത്യത്രേതായുഗങ്ങളിലെ 33 കോടി ദേവതകളുടെയും പ്രത്യക്ഷ ദർശനമാണ് ഇപ്പോൾ ചെയ്യുന്നത്. സത്യയുഗത്തിൽ നമുക്ക് പരസ്പരം അറിയുകയില്ലല്ലോ. താങ്കളുടെ എല്ലാവരുടെയും ദൃഷ്ടി എനിക്ക് ലഭിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. എനിക്ക് ലഭിച്ച ഈ ഭാഗ്യത്തിന് നിങ്ങളെല്ലാവരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. എനിക്ക് ഈ ഭാഗ്യം എല്ലാം ലഭിക്കാൻ എവിടെയും ക്യൂ നിൽക്കേണ്ടി വന്നില്ല, ഒരു ടിക്കറ്റും എടുക്കേണ്ടി വന്നില്ല. നിങ്ങളുടെ എല്ലാം ഓർമ്മചിഹ്നങ്ങളായി, വിഗ്രഹങ്ങൾക്കായി ഇത്രയധികം പണം ചെലവഴിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? കരിങ്കല്ലിന്റെ വിഗ്രഹങ്ങൾക്ക് തന്നെ ലക്ഷങ്ങൾ വിലയുണ്ട്. അതിനുശേഷമാണ് പൂജാരികൾ ഈ വിഗ്രഹത്തെ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പൂജകളാണവ. അന്നം, ജലം, പുഷ്പം, ഫലം, പാൽ എന്നിവ കൊണ്ട് അഭിഷേകങ്ങൾ നടത്തുന്നു.
പരിപൂർണമായും വിഗ്രഹത്തെ മൂടുന്ന വിധത്തിലുള്ള അഭിഷേകങ്ങളാണ് ഇവയെല്ലാം. പൂക്കൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും ഈശ്വര വിഗ്രഹത്തെ പരിപൂർണമായും അഭിഷേകം ചെയ്യുന്നു. ഇങ്ങനെ 7 ദിവസങ്ങൾ പാണപ്രതിഷ്ഠയുടെ ആചാരാനുഷ്ഠാനങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട്. അതിനുശേഷമാണ് പൂജ തുടങ്ങുന്നത്. 4 വിധത്തിലുള്ള പൂജകളാണുള്ളത്. അവ്യക്ത മുരളിയിൽ നമ്മൾ 4 പ്രകാരത്തിലുള്ള കുട്ടികളെ കുറിച്ച് കേട്ടിട്ടില്ലേ? വ്യത്യസ്ത രീതികളിലുള്ള പൂജകളാണ് വിഗ്രഹങ്ങൾക്ക് ലഭിക്കുന്നത്. എല്ലാം ഒരുപോലെയല്ല. ഏതു കുട്ടികളാണോ ബാബ ബാബ എന്ന് വിളിക്കുകയും മായയുമായി കൂട്ടുകൂടുകയും ചെയ്യുന്നത്, അവർക്ക് വളരെ ചെറിയ രീതിയിലുള്ള പൂജകളായിരിക്കും ലഭിക്കുക. അതും വർഷത്തിലൊരിക്കൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആരാണോ പകുതി മായയായും പകുതി ബാബയുമായി കൂട്ടുകൂടുന്ന സംസ്കാരമുള്ളത്, അവർക്ക് 6 മാസത്തിലൊരിക്കൽ പൂജ ലഭിക്കും. അവരെയാണ് കുലദേവന്മാരും കുലദേവികളുമായി ആരാധിക്കുന്നത്. 85% ബാബയോടും 15% മായയോടും സ്നേഹം വെക്കുന്നവർക്ക് ഇതിലും അധികം പൂജകൾ ലഭിക്കും. ആരാണോ 100% ബാബയോട് പ്രേമം വെക്കുന്നത്, അവർക്ക് രാജാക്കന്മാരുടേതുപോലെ വളരെ ഉന്നതമായ രീതിയിലുള്ള പൂജകളായിരിക്കും ലഭിക്കുക. ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ശ്രീരാധ, ദുർഗാദേവി എന്നിവർക്കൊക്കെ സൂര്യൻ ഉദിക്കുന്നതു മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള ഓരോ ദിനചര്യകളിലും പൂജകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ ബാബയ്ക്ക് വേണ്ടി എന്തെല്ലാമാണോ ചെയ്തിട്ടുള്ളത്, ബാബ 10 മടങ്ങായി അവയെല്ലാം താങ്കൾക്ക് തന്നെ തിരിച്ചു തരും. ബാബയുടെ ഹൃദയത്തിൽ നിന്നുമുള്ള പ്രേമമാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഈ അടുത്ത് ഞാൻ ബാബയുടെ ഒരു മുരളി കേട്ടു. അതിൽ ബാബ പറഞ്ഞു, നിങ്ങൾ എന്നെ ലഭിച്ചിട്ട് പോലും ദാഹിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ ജലത്തിൽ ജീവിച്ചിട്ട് പോലും മത്സ്യം ദാഹിക്കുന്നത് പോലെയാണത്. പിന്നെ നിങ്ങൾ ഈ ലോകത്തിനു മുന്നിൽ എങ്ങനെ തല ഉയർത്തി നിൽക്കും? ലോകത്തിലുള്ളവർ എന്താണ് പറയുക? ഞങ്ങൾക്ക് ബാബയെ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നു. എന്നാൽ നിങ്ങൾ പറയും, എനിക്ക് ബാബയെ കിട്ടിയതാണ്. അപ്പോൾ മറ്റുള്ളവർ എന്താണ് നിങ്ങളോട് പറയുക എന്നറിയാമോ? ഞങ്ങൾക്ക് ഇതിനൊന്നുമുള്ള ഭാഗ്യമുണ്ടായിരുന്നില്ല, ഞങ്ങൾ നിർഭാഗ്യവാന്മാരാണ്, ദുർഭാഗ്യവാന്മാരാണ്, പാപികളുമാണ്. നിങ്ങൾക്ക് ഭഗവാനെ ലഭിച്ചു, എന്നിട്ടും നിങ്ങൾ ഭഗവാനെ എന്തിനാണ് കളഞ്ഞത്? എന്തിനാണ് നിങ്ങൾ ഭഗവാനിൽ നിന്നും അകന്നത് എന്ന് പറയാമോ? ആളുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് മറുപടിയാണ് ഇതിന് പറയുക? പറയൂ. നിങ്ങളുടെ പക്കൽ ഇതിനൊരു മറുപടിയുണ്ടോ? അവരുടെ മുന്നിലും ഇതിന് മറുപടിയില്ല. തലകുനിച്ച് കണ്ണീരൊഴുക്കേണ്ടി വരും ലോകത്തിനു മുന്നിൽ. ആ സമയം അടുത്തെത്തിക്കഴിഞ്ഞു. വളരെയധികം തപസ്സും ഭക്തിയും ചെയ്ത യോഗികളുടെ എല്ലാം ശ്രദ്ധ ഇപ്പോൾ ബാബയുടെ നേർക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്യാസിമാർ പതുക്കെ പതുക്കെ മധുബനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കൊരുപക്ഷെ അറിയാൻ കഴിയുന്നുണ്ടാവില്ല, പക്ഷേ ഇതെനിക്ക് മനസ്സിലാക്കാനാവുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വളരെ വലിയ സമ്മേളനങ്ങൾ ഇതേക്കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. പതുക്കെ പതുക്കെ ആബുവിനെ ബാബ ലോകത്തിനു മുന്നിൽ പ്രത്യക്ഷമാക്കുന്ന സമയം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യക്ഷതയുടെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. അതിനാൽ ശ്രേഷ്ഠരായ ആത്മാക്കളെ, ഇനി നിങ്ങൾ മടിച്ചു നിൽക്കരുത്. ലക്ഷ്യം നിങ്ങളുടെ മുന്നിലുണ്ട്, അമ്പെയ്യൂ. അല്ലെങ്കിൽ ജലത്തിൽ ജീവിച്ചിട്ട് പോലും മത്സ്യം ദാഹിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാകും എന്ന പഴഞ്ചൊല്ല് സത്യമായി മാറും. പരമാത്മാവിനെ ലഭിച്ചിട്ട് പോലും ഈ ലോകത്തെ സുഖങ്ങൾക്ക് പിന്നാലെ പോവുകയാണെങ്കിൽ, അതിന് ദാഹിക്കുകയാണെങ്കിൽ സ്വയം ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ബാബയെ ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ? എല്ലാവരും നമ്പർ വൈസ് ആണ്. ബാബയുടെ അടുത്ത് എല്ലാവരും നമ്പർ വൈസ് ആയിട്ടാണ് ഉള്ളത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരോടും കൈകൂപ്പിക്കൊണ്ട് ഒരു അപേക്ഷ നടത്താൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും നമ്പർ വൈസ് ആണ് എന്ന് ബാബ പറയാറുണ്ട്. എന്നാൽ ബാബയ്ക്ക് രാജധാനി സ്ഥാപിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ബാബയുടെ കോടി ഏറ്റെടുത്ത് ഉയരത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആ കൊടിയെ ഏറ്റവും ഉയരത്തിൽ നിർത്താനായി വളരെ ശക്തമായ ഒരു വടിയുടെ ആവശ്യമുണ്ട്. ബാബയുടെ കൊടിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാനാവില്ല.
നമ്മളെല്ലാവരും ആ കൊടിയെ ഉയരത്തിൽ നിർത്തുന്ന ശക്തമായ സ്തംഭങ്ങളായി മാറണം. നമ്മൾ നമ്മുടെ മുഴുവൻ ശക്തിയും എടുത്ത് ബാബയുടെ പേരിനെ പ്രസിദ്ധമാക്കണം. പേരിനെ ഒരിക്കലും മോശമാക്കാൻ അനുവദിക്കരുത്. നമ്മുടെ ശിരസ് പോയാലും ബാബയുടെ പേര് ഒരിക്കലും മോശമാക്കരുത്. നമ്മൾ ഇല്ലാതായാലും ബാബയുടെ പേര് താഴ്ന്നതാവരുത്. കാരണം നമ്മളെ ഇത്രയധികം സ്നേഹിച്ച മറ്റാരും തന്നെ ഉണ്ടാവില്ല. എനിക്ക് വീട്ടിൽ മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കളുടെ സ്നേഹം എനിക്ക് വളരെ നന്നായി അറിയാം. എന്നാൽ ശിവബാബയുടെ സ്നേഹം കണ്ടപ്പോൾ അവരുടെ സ്നേഹം അതിലും വളരെ ചെറുതാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നത്, നമ്മൾ എത്ര പാപങ്ങളാണ് ചെയ്തു കൂട്ടുന്നത്. എന്നിട്ടും ബാബ കുട്ടികളുടെ എത്രയെത്ര മഹിമകളാണ് ചെയ്യാറുള്ളത്. സാകാര മുരളിയിൽ ബാബ കുട്ടികളുടെ കുറിച്ച് മഹിമകൾ മാത്രമേ പറയാറുള്ളൂ. എന്നാൽ അവ്യക്ത മുരളിയിൽ മക്കളുടെ മഹിമകളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടാകാറുണ്ട്. പല കുട്ടികൾക്കും ബാബ പറയുന്ന കാര്യങ്ങൾ കേട്ട് ആകെ ചിരി വരാറുണ്ട്. ബാബ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും ബാബയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നാണ് അവരുടെ ഉള്ളിലുള്ളത്. ബാബ നമ്മളെ ദേവതകൾ എന്നാണല്ലോ വിളിക്കാറുള്ളത്. ഇവിടെ നമ്മൾ മനുഷ്യരെ പോലെ കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? ഈ ലോകത്ത് ആളുകൾക്ക് ഭക്ഷണം പോലും ലഭിക്കുന്നില്ല. എന്നാൽ ബാബ പറയുന്നത് എന്താ? ഓരോ ചുവടിലും കോടി മടങ്ങ് സമ്പാദ്യം എന്നാണ്. ബാബ പറയാറുള്ളതല്ലേ? സത്യമായ കാര്യങ്ങളൊന്നും മനസ്സ് വിശ്വസിക്കുന്നില്ല. മനസ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് നടക്കാൻ തുടങ്ങിയാൽ നമ്മൾ ഭിക്ഷക്കാരായി മാറും. മനസ്സിന്റെ ജോലി തന്നെ യാചിക്കുക എന്നതാണ്. മനസ്സിനെ വിടുക തന്നെ വേണം. ഇവിടെ നമ്മൾ ഇത്രയധികം പേരിയ്ക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഈ ലോകത്തിലെ ഒരു നാടകമാണ് നടക്കുന്നത്. സത്യധർമ്മത്തിൽ ശിവ് ബാബയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. ബാബയോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു കാര്യം മാത്രമാണ് വേണ്ടതെന്ന് പറയേണ്ടത്. ബാബയുടെ കണ്ണ് എനിക്ക് തരണം, ബാബയുടെ ഹൃദയം എനിക്ക് തരണം എന്ന് പറയണം. ബാബയുടെ ഹൃദയത്തിലൂടെയും കണ്ണിലൂടെയും ഞങ്ങൾ ഈ ലോകത്തെ കാണാൻ തുടങ്ങട്ടെ. അല്ലാതെ ബാബയിൽ നിന്നും ആവശ്യപ്പെടാനായി നമുക്ക് മറ്റൊന്നുമില്ല. ഞാൻ ഈ ഒരു കാര്യം മാത്രമാണ് ബാബയോട് ആവശ്യപ്പെടാറുള്ളത്. ഞാൻ പറയാറുണ്ട്, സ്വർഗം ആർക്കെല്ലാമാണോ നൽകാനുള്ളത് അവർക്ക് കൊടുത്തുകൊള്ളൂ, ചക്രവർത്തിയാക്കി കൊള്ളൂ. എന്നാൽ എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. എനിക്ക് സ്വർഗവും വേണ്ട, എനിക്ക് ബാബയെ ലഭിച്ചുവല്ലോ. എനിക്ക് കേവലം 1 മണിക്കൂറിന് വേണ്ടി മാത്രം 1 മണിക്കൂർ മാത്രം എനിക്ക് ബാബയുടെ കണ്ണുകൾ തരൂ. കാരണം അങ്ങനെ മാത്രമേ എനിക്ക് ബാബ നമ്മളെ മധുരമായ കുട്ടികളായി എങ്ങനെ ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ബാബ വളരെ അത്ഭുതമാണ്, വിചിത്രമാണ്. നിങ്ങളെല്ലാവരും ജ്ഞാനത്തിന്റെ സാഗരങ്ങളാണ്. പ്രത്യേകിച്ച് മുതിർന്ന സഹോദരിമാർ, നിങ്ങളൊക്കെ ബാബയെ പരിപൂർണമായി തൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചവരാണ്. മാത്രമല്ല, നിങ്ങൾ ബാബയെ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. ഞാൻ അവസാനമാണ് വന്നത്. മാത്രമല്ല, ഞാൻ നേരിട്ട് ബാബയെ കണ്ടതുമില്ല. എപ്പോഴും അത് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വളരെയധികം വിഷമമുണ്ടാകാറുണ്ട്. എനിക്ക് വളരെ കരച്ചിലും വരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എനിക്കത് ഓർമ്മ വരും. ഞാൻ സാകാര ബാബയെയും കണ്ടില്ല, അവ്യക്ത രൂപത്തിലും കണ്ടില്ല. നിങ്ങളെല്ലാവരും ബാബയെ കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകളിലൂടെയാണ് ബാബയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എന്നെ സ്വയം സന്തുഷ്ടനാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ഡ്രാമയിലുള്ളത്. ഇവിടെ നടക്കാൻ പോകുന്ന യുദ്ധങ്ങളെപ്പറ്റി ബാബ ഒന്നും പറയാറില്ല. ഞാൻ ബാബയോട് ചോദിച്ചിരുന്നു, ബാബ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഞാൻ ഇങ്ങോട്ട് വന്നത് അങ്ങയെ കാണാനാണ്. അങ്ങയുടെ ജ്ഞാനം നൽകാൻ ഒരുപാട് പേരുണ്ട്. എൻ്റെ ഉള്ളിലുള്ള ദാഹം ഇപ്പോഴും മാറിയിട്ടില്ല. എൻ്റെ കണ്ണുകളുടെ ദാഹം നോക്കൂ. ബാബ സാകാരത്തിൽ വന്നിരുന്നു. നിങ്ങളിൽ പലരും സാകാരത്തിൽ ബാബയുമായി മിലനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ദീദി സാകാര ബാബയെ കണ്ടിട്ടുള്ള ആളാണ്. എൻ്റെ ദുർഭാഗ്യമാണ്, എനിക്ക് ബാബയുടെ രഥത്തെ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. ബാബയെ പോയിട്ട് ബാബയുടെ രഥം നന്ദിയെ പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. നന്ദിയുടെ ദർശനം ലഭിക്കാനുള്ള ഭാഗ്യം പോലും എനിക്കുണ്ടായില്ല. ഇതെല്ലാം ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിന് വളരെ വളരെ വിഷമമുണ്ടാവാറുണ്ട്. നോക്കൂ, നിങ്ങളിൽ പലരും ഒരുപക്ഷെ എല്ലാവരും തന്നെ ബാബ്ദാദിയുടെ രഥത്തെ കണ്ടിട്ടുള്ളവരാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത്
താങ്കൾ വളരെ നന്നായി ബാബയുടെ ഒപ്പം ഇടപഴകിയിട്ടുണ്ട് എന്നാണ് താങ്കളിൽ കുറച്ച് ഭക്തി അവശേഷിച്ചിരുന്നു. അതുകൊണ്ടാണ് താങ്കൾക്ക് ഇതെല്ലാം നന്നായി മനസ്സിലാക്കാൻ കഴിയുന്നത്. സന്യാസ മാർഗത്തിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ബാബ താങ്കളെ തിരഞ്ഞെടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ബാബയോടുള്ള ഇത്രയും സ്നേഹമുള്ള ഒരു പുതിയ ആത്മാവിന് കഴിയില്ല. ബാബ എന്താണ് പറയാറുള്ളത്? ഈ ജന്മത്തിൽ ഭക്തി ചെയ്തിട്ടില്ലാത്തവർ പൂർവ്വജന്മങ്ങളിൽ തൻ്റെ ഭക്തി പൂർത്തിയാക്കിയിട്ട് വന്നിരിക്കുന്നവരാണ്. പഴയ ഭക്തർ തന്നെയാണ് ബാബയുടെ കുട്ടികളായി മാറുന്നത്. അങ്ങ് ബാബയുടെ വളരെ പഴയൊരു കുട്ടി തന്നെയാണ്. ബാബ തീർച്ചയായും അങ്ങേക്ക് ഇതിൻ്റെ ഒരു വിഷൻ കാണിച്ചു തരും. അത് ബാബയുടെ വളരെ പഴയ രത്നമാണ് എന്നുള്ള കാര്യം വളരെ പെട്ടെന്ന് തന്നെ ഓർമ്മ വരും. പഴയ കുട്ടി പുതിയ കുട്ടി എന്നൊന്നും പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നിൽ എപ്പോഴും നേരിട്ട് കണ്ടില്ലല്ലോ എന്ന ദാഹമുണ്ട്. അതിപ്പോഴും നിലനിൽക്കുന്ന കാര്യം തന്നെയാണ്. മുൻപ് ബാബയെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കുട്ടികളെ അവിടെ സത്യുഗത്തിൽ വളരെ ആനന്ദമായിരിക്കും ഉണ്ടാവുക, വളരെ സുഖമായിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക എന്നൊക്കെ ബാബ എപ്പോഴും പറയാറുണ്ട്. ഞാൻ ബാബയോട് ചോദിക്കാറുണ്ട്, സത്യുഗം ഉണ്ടാക്കേണ്ട ആളുകളെല്ലാം ഇവിടെ ഇരിക്കുകയാണ്, എന്നാൽ ബാബ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യുഗത്തിന്റെ കാര്യമാണ്. എനിക്ക് സത്യുഗമൊന്നും വേണ്ട, ബാബ തന്നെ എടുത്തു വെച്ചോളൂ. എനിക്ക് ബാബയാണ് വേണ്ടത്. എൻ്റെ ഹൃദയത്തിന്റെ ദാഹം ഇപ്പോഴാണുള്ളത്. വെള്ളം കുടിക്കാൻ ഇപ്പോൾ ദാഹിക്കുകയും വെള്ളം നാളെ കിട്ടുകയും ചെയ്താൽ ശരിയാവുമോ? നാളെ ചിലപ്പോൾ വളരെ ശുദ്ധമായ മിനറൽ വാട്ടർ ആയിരിക്കും കിട്ടുക. എന്നാൽ ഇപ്പോഴത്തെ ദാഹം ശമിപ്പിക്കാനുള്ള വെള്ളം എങ്ങനെയായാലും കിട്ടണമെന്നല്ലേ നമുക്ക് തോന്നുക. നിങ്ങൾ ക്ഷേത്രങ്ങളിലേക്കൊന്ന് പോയി നോക്കും. ആത്മാക്കൾ എത്രയധികമാണ് പിടയുന്നത് എന്ന് കാണാൻ സാധിക്കും. അവർ ഭഗവാനെ ലഭിക്കാത്തതുകൊണ്ട് വളരെയധികം അസ്വസ്ഥരാണ്. അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് കരച്ചിൽ വരും. ഞാൻ ഈയടുത്ത് വൈഷ്ണവി ക്ഷേത്രത്തിൽ പോയിരുന്നു. എത്ര പ്രായമായ അമ്മമാരാണ് വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലേക്ക് നടന്ന് കയറി വരുന്നത്. അവർ ദേവിയുടെ കൊടിയും പിടിച്ച് ദേവിയുടെ മഹിമ പാടിക്കൊണ്ടിരിക്കുവരുന്നു. അവർ വളരെ കൊതിയോടെയാണ് ദേവിയെ കാണാൻ അഥവാ പരമാത്മാവുമായി കൂടിക്കാഴ്ച നടത്താൻ വരുന്നത്. ഭക്തി ഭഗവാനെ ലഭിക്കാൻ വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. ഈയാമ്പാറ്റകളെ പോലെയാണ് ആളുകൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്, പ്രകാശത്തിലേക്ക് ആകർഷിതരായി പോകുന്നത് പോലെ. ആളുകൾ ഭഗവാനോടുള്ള ആകർഷണത്തിൽ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നു. അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവർ ഭഗവാനിൽ സ്വാഹയാകുന്നു. ഭഗവാനെ കാണാനുള്ള യാത്രകളിൽ മരിക്കുകയാണെങ്കിൽ പോലും പ്രശ്നമില്ല, എനിക്ക് ഈശ്വരനിലേക്ക് എത്തിയേ തീരൂ. നോക്കൂ, നിങ്ങൾക്കറിയാം ഇത്തവണ കുംഭമേളയിൽ എത്ര പേരാണ് മരിച്ചത്? പാവനമാകാനായി ആത്മാക്കൾ പിടയുകയാണ്. അത് കുളിക്കാനുള്ള കൊതിയായിരുന്നില്ല, പരമപവിത്രമായ പരമാത്മാവുമായി മിലനം ചെയ്യാനുള്ള ആത്മാവിന്റെ ദാഹമായിരുന്നു. പോലീസുകാർ എത്ര ശ്രമിച്ചിട്ടും ആളുകൾ നിന്നില്ലല്ലോ. 4 ഭാഗത്തു നിന്നും അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ആ ഭാഗത്ത് അപകടമുണ്ട് എന്ന അനൗൺസ്മെന്റ് ആളുകൾ കേട്ടിരുന്നു. എല്ലാവിധത്തിലും ആളുകളെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഭഗവാനെ ലഭിക്കുവാനുള്ള ആത്മാക്കളുടെ ദാഹം പോലീസിനോ ആർമിക്കോ അങ്ങനെ ആർക്കും തടയാനായില്ല. 3 ദിവസം ആളുകൾ ട്രാഫിക് ജാമിൽ കുടുങ്ങി. എന്നിട്ടും തിരക്കൊട്ടും കുറഞ്ഞില്ല. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സങ്കടം വരും. ആത്മാക്കൾ ഭഗവാനെ ലഭിക്കാനായി എത്ര ദാഹത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാനെ ലഭിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഭഗവാനിൽ നിന്ന് പിടിവിടരുത്. ഈ അവസരം ഇനി ഒരിക്കലും താങ്കൾക്ക് ലഭിക്കുകയില്ല. 5000 വർഷങ്ങളിൽ താങ്കൾക്ക് മറ്റെല്ലാ കാര്യങ്ങളും ലഭിക്കാനുള്ള അവസരങ്ങളും ലഭിക്കും. ആർക്കെന്താണോ വേണ്ടത് അതെല്ലാം 5000 വർഷങ്ങളിലും ലഭിക്കും. സ്വർണം, വജ്രം, മുത്തുകൾ അങ്ങനെ എല്ലാം ലഭിക്കും. കേവലം ഭഗവാനെ മാത്രം ലഭിക്കില്ല. പിന്നെ 5000 വർഷങ്ങൾ അനാഥരായി ജീവിക്കേണ്ടി വരും. അനാഥരായി ജീവിക്കുന്നത് മരിക്കുന്നതിനു തുല്യമാണ്. ഭഗവാന്റെ വളരെ വലിയ കൃപയാണ് നമ്മളിലുള്ളത്. വളരെ വലിയ കൃപയാണ് ഭഗവാൻ നമ്മളിൽ കാണിച്ചിട്ടുള്ളത്. വളരെ അനായാസമാണ് ഭഗവാനെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഭഗവാൻ നമ്മളെ കാണാനായി എത്തിയിരിക്കുന്നു. ഒന്നാലോചിച്ചു നോക്കൂ. 800 കോടി 900 കോടി ആളുകളാണ് ഈ ഭൂമിയിലുള്ളത്.
അതിൽ 33 കോടി ആളുകൾക്ക് ബാബ ഗോൾഡൻ ചാൻസ് തന്നിരിക്കുകയാണ്. 900 കോടിയുടെ 1% കുറവ് ആളുകൾക്ക് ഈ ഭാഗ്യം ലഭിക്കുന്നുള്ളൂ. അതായത് ലോകത്തിൽ വളരെ കുറച്ച് ശതമാനം ആളുകൾക്ക് മാത്രമാണ് ബാബയെ ലഭിക്കാനുള്ള അവസരം കിട്ടുന്നുള്ളൂ. ഒരു ചെറിയ കഥ ഞാൻ പറയാം. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് നായാട്ടിനായി കാട്ടിലേക്ക് പോയി. കാട്ടിലൂടെ പോയി അദ്ദേഹത്തിന് വഴിതെറ്റി. അങ്ങനെ അദ്ദേഹം ഒരു മരുഭൂമിയിൽ എത്തിപ്പെട്ടു. അദ്ദേഹം വളരെ ദാഹിച്ചു വലങ്ങിയിരിക്കുകയായിരുന്നു. അത്രയധികം ദാഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ ജീവൻ പോകും എന്ന അവസ്ഥയിൽ ദാഹിച്ചു നിൽക്കുകയായിരുന്നു. അദ്ദേഹം അടുത്ത പ്രദേശത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. എന്നാൽ അവിടെയെങ്ങും ആരെയും കണ്ടില്ല. വളരെ ദൂരെയായി ആട് മേച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെ കണ്ടു. രാജാവ് വളരെ വേഗം അയാളുടെ അടുത്തേക്ക് ഓടിയെത്തി. എന്നിട്ട് കുറച്ച് വെള്ളം തരൂ എന്ന് പറഞ്ഞു. ആ ആട്ടിടയന്റെ കാല് പിടിച്ചു. നോക്കൂ, ഇത്ര വലിയ സാമ്രാട്ട് കുറച്ചു വെള്ളത്തിന് വേണ്ടി ഒരു ആട്ടിടയന്റെ കാല് പിടിക്കുകയാണ്. ആട്ടിടയൻ വളരെ കൗശലക്കാരനായിരുന്നു. അയാൾക്ക് മനസ്സിലായി ഈ രാജാവ് ഇപ്പോൾ വളരെ സങ്കടത്തിൽ നിൽക്കുകയാണ്. ഇത് വളരെ നല്ല സമയമാണ്. അയാൾ ചോദിച്ചു, ശരി തരാം. എന്നാൽ ഒരു കവിൾ വെള്ളം തരണമെങ്കിൽ അതിന് എത്ര വിലയാണ് താങ്കൾ തരിക? രാജാവ് പറഞ്ഞു, എന്റെ മുഴുവൻ രാജ്യവും എടുത്തുകൊള്ളൂ, എന്നാലും എനിക്ക് കുറച്ച് വെള്ളം തരൂ. ഇത് കേട്ട ആടിയിടയനെ വളരെയധികം ആശ്ചര്യനായി. അയാൾ വളരെ ദരിദ്രനായിരുന്നു. ഒരല്പം വെള്ളത്തിന് വേണ്ടി സ്വന്തം രാജ്യം തന്നെ മറ്റാർക്കെങ്കിലും നൽകുകയോ? അയാൾക്ക് തല കറങ്ങാൻ തുടങ്ങി. രാജാവ് പറഞ്ഞു, നീ എല്ലാം എടുത്തോളൂ, രാജ്യം, റാണി, ബാക്കിയുള്ള എല്ലാ സമ്പത്തും നിങ്ങൾ എടുത്തോളൂ. പക്ഷെ എനിക്ക് കുറച്ച് വെള്ളം വേണം, തരൂ. ഞാൻ എല്ലാം തരാൻ തയ്യാറാണ്. വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെയാണ് ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് വളരെ പെട്ടെന്ന് കുറച്ചു വെള്ളത്തിന് വേണ്ടി മറ്റൊരാൾക്ക് നൽകുകയോ? എന്നാൽ ഇന്ന് മുഴുവൻ രാജ്യത്തിന്റെയും വില ഒരല്പം വെള്ളം മാത്രമാണ്. മത്സ്യം സദാ വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യം ജലത്തിന്റെ മഹത്വം തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബാബ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ ഏത് ദിവസമാണോ ഈ ജലത്തിൽ നിന്നും മത്സ്യം വേറെയാകുന്ന അന്ന് വെള്ളം ലഭിക്കാതെ മത്സ്യം എങ്ങനെയാണോ പിടയാറുള്ളത്, ആത്മാക്കളെല്ലാം ആ അവസ്ഥയിൽ എത്തിച്ചേരും. ഒരു സെക്കൻഡ് പോലും മത്സ്യം വെള്ളത്തിൽ നിന്ന് പുറമേ എത്തുമ്പോഴാണ് മത്സ്യത്തിന് വെള്ളത്തിന്റെ വില മനസ്സിലാകുന്നത്. ഇത്രയും കാലം ഞാൻ എവിടെയാണ് ഉണ്ടായിരുന്നത്? അതെന്റെ പ്രാണനായിരുന്നു, വെള്ളത്തിലല്ല. അതിന്റെ ജീവനായിരുന്നു. ഏത് ദിവസമാണോ ആത്മാവ് പരമാത്മാവിൽ നിന്നും അകലെയാകുന്നത്, അപ്പോൾ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. ആരാണോ ഭഗവാനെ അറിയാതിരുന്നത്, ആരാണ് ഭഗവാനെ കണ്ടിട്ടും അറിയാൻ ശ്രമിക്കാതിരുന്നത്, ബാബ കൈകൾ നീട്ടി കുട്ടികൾക്ക് മുന്നിൽ വരൂ കുട്ടി എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് മുന്നിൽ നിൽക്കുകയാണ്. അവർക്കെല്ലാം പിന്നീട് ഇതിന്റെ വില മനസ്സിലാവുകയുള്ളൂ. നോക്കൂ, നിങ്ങൾ മാത്രമല്ല, ബാബയും നിങ്ങളെ കാണാൻ ദാഹിച്ചു കാത്തിരിക്കുകയാണ്. പരസ്പരം കാണാനുള്ള കൊതി രണ്ട് ഭാഗത്തുമുണ്ട്. ആദ്യം ബാബ നമ്മളെ ഓർമ്മിക്കുന്നു, പിന്നീടാണ് നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നത്. നാരദർ ഒരു തവണ ഹനുമാന്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, വളരെ വലിയ ഭക്തരുടെ ലിസ്റ്റിൽ ഹനുമാന്റെ പേരില്ലല്ലോ. താങ്കൾ ശ്രീരാമചന്ദ്രന്റെ വളരെ വലിയ ഭക്തനാണ് എന്നല്ലേ പറയാറുള്ളത്? ഞാൻ ഇപ്പോൾ തന്നെ രജിസ്റ്റർ നോക്കിയിട്ട് വരികയാണ്. രജിസ്റ്ററിൽ എവിടെയും താങ്കളുടെ പേരില്ല. എല്ലാവരുടെ പേരുമുണ്ട്. ധ്രുവന്റെ പേരുണ്ട്, പ്രഹ്ലാദന്റെ പേരുണ്ട്, മീരയുടെ പേരുണ്ട്. മാത്രമല്ല എൻ്റെ പേര് ഏറ്റവും ആദ്യമുണ്ട്. പക്ഷെ താങ്കളുടെ മാത്രം പേരില്ല. ഇത് കേട്ടപ്പോൾ ഹനുമാന് തോന്നി, ഇതെങ്ങനെ സംഭവിച്ചു? ഹനുമാൻ നേരിട്ട് പോയി രജിസ്റ്റർ നോക്കി. എവിടെയും ഹനുമാന്റെ പേര് മാത്രമില്ല. ഹനുമാൻ പറഞ്ഞു, ഞാൻ എന്ത് പാപമാണ് ചെയ്തത്? ഞാൻ എല്ലായ്പ്പോഴും ഭഗവാന്റെ ആജ്ഞകളെ പാലിക്കുകയല്ലേ ചെയ്തത്? അങ്ങ് സ്മരിക്കുമ്പോൾ തന്നെ ഞാൻ മുന്നിൽ ഹാജരാവാറുണ്ടല്ലോ. രജിസ്റ്ററിൽ പക്ഷെ എൻ്റെ പേര് തന്നെയില്ല. നാരദരുടെ പേര് ഏറ്റവും മുകളിലുണ്ട്. അതിലെനിക്ക് ഒരു വിരോധവുമില്ല. പക്ഷെ ഏറ്റവും താഴെയെങ്കിലും എൻ്റെ പേര് വെക്കാമായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഹനുമാൻ ഓടി ശ്രീരാമചന്ദ്രന്റെ അടുത്തെത്തി. അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് കരയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, പ്രഭു, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണുള്ളത്? രജിസ്റ്ററിൽ ഏറ്റവും താഴെ നിൽക്കാനുള്ള അർഹത പോലും എനിക്ക് അങ്ങ് തന്നില്ലല്ലോ. ശ്രീരാമചന്ദ്രൻ ഹനുമാനെ എഴുന്നേൽപ്പിച്ചു, ആലിംഗനം ചെയ്തു. എന്നിട്ട് തന്റെ കട്ടിലിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി തലയിണയ്ക്കടിയിൽ നിന്നും ഒരു ഡയറി എടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ ഡയറി നോക്കൂ.
ഹനുമാൻ ഡയറി തുറന്നു നോക്കി. അതിൽ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഹനുമാന്റെ പേരായിരുന്നു. മറ്റാരുടെയും പേര് ഡയറിയിൽ ഉണ്ടായിരുന്നില്ല. ഭഗവാൻ ആരെയാണ് ഓർമ്മിക്കുന്നത്, അവരുടെ പേരുള്ള ഡയറിയാണത്. ശ്രീരാമചന്ദ്രന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഭഗവാനെ ആരെല്ലാമാണ് ഓർമ്മിക്കുന്നത്, അത് എഴുതിയ ഡയറി പുറമേ കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ നമ്പർ 1 നാരദനായിരുന്നു. ഭഗവാൻ സദാ ഓർമ്മിച്ചിരുന്നത് ഹനുമാനെയാണ്. മഹാവീരനും അതിധൈര്യശാലിയുമായ ഹനുമാനെയാണ് ഭഗവാൻ ഓർമ്മിച്ചിരുന്നത്. ആരെയാണോ ഭഗവാൻ ഓർമ്മിക്കുന്നത്, അവർ വളരെ വളരെ ഭാഗ്യശാലികളാണ്. നിങ്ങളെല്ലാവരും അങ്ങനെയുള്ള പരമഭാഗ്യശാലികളാണ്. നിങ്ങൾ അവനവന് വേണ്ടിയാണ് ഇന്ന് കൈയടിക്കേണ്ടത്. എല്ലാ ഭക്തരും ജപമാല കയ്യിലെടുത്ത് രാമ രാമ എന്ന് സദാ ജപിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. എന്നാൽ ശിവബാബ സദാ എൻ്റെ കുട്ടികളെ എന്ന് വിളിച്ച് നിങ്ങളുടെ പേരിനെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബയും കുട്ടികളുടെ പേരിന്റെ മാല ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരാണോ ബാബയുടെ ഓർമ്മയിൽ സദാ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ബാബ ആ കുട്ടികളെ സദാ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ താങ്കളും ബാബയെ അത്രയധികം സ്നേഹിക്കണം. ബാബയും 5000 വർഷങ്ങളായി ദാഹിച്ചുകൊണ്ട് കുട്ടികൾക്കായിട്ടിരിക്കുന്നു. ഡ്രാമ കാരണമല്ലേ ബാബയ്ക്കും ഇതിനിടയിൽ കുട്ടികളെ കാണാൻ സാധിക്കാതിരുന്നത്. അമ്മയ്ക്ക് കുട്ടിയെ കാണണമെന്നുണ്ട്. എത്രയധികം ആഗ്രഹമുണ്ടോ കുട്ടിക്കും അമ്മയെ കാണണമെന്ന് അതുപോലെ തന്നെ ആഗ്രഹമുണ്ടായിരിക്കും. ഒരു അമ്മ കുട്ടിക്ക് ജന്മം നൽകിയതിന് ശേഷം കുട്ടി അമ്മയുടെ പാൽ കുടിക്കാതിരുന്നാൽ അമ്മയ്ക്ക് എത്രയധികം ബുദ്ധിമുട്ടും വേദനയും ഉണ്ടാകും. ഇതെല്ലാം അമ്മമാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ശിവബാബ കുട്ടികളെ കുടിപ്പിക്കാൻ വേണ്ടി ജ്ഞാനം നിറച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ കുട്ടികൾ വളരെ ചെറിയ സ്പൂണിലാണ് ഈ അമൃത് കുടിക്കുന്നത്. ഇത് കാണുന്ന ബാബയ്ക്ക് തന്നെ വിഷമമാകുന്നുണ്ട്. കുറച്ചുകൂടി കൂടുതൽ ജ്ഞാനം എടുക്കൂ എന്നാണ് ബാബ പറയുക. കുറച്ചുകൂടി വലിയ പാത്രം കൊണ്ടുവരൂ എന്നാണ് ബാബ പറയുക. ഞാൻ അത്രയധികം നിറച്ചാണ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിട്ടും നിങ്ങൾ എന്താണ് ഇത്ര ചെറിയ പാത്രങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? ബാബ പറയുന്നു, കുട്ടികളെ മനസ്സിലാക്കൂ. ഞാൻ ആരാണ് എന്നെ മനസ്സിലാക്കൂ. നിങ്ങളെന്ന യഥാർത്ഥ രീതിയിൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഞാൻ സാഗരമാണ്. എന്നാൽ സാഗരത്തിനേക്കാൾ ഉയർന്ന മഹിമയാണ് എനിക്കുള്ളത്. കുട്ടികളുടെ ഉള്ളിലുള്ള ദാഹം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ എന്നെ മുഴുവനായും സ്വന്തമാക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ കൊണ്ടുവന്ന പാത്രം ചെറുതായിപ്പോയി. അതിൽ എനിക്ക് എന്താണ് ചെയ്യാനാവുക? പരിധി എന്ന ഒരു കാര്യം ബാബയ്ക്ക് തീരെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ്. ബാബ പരിധിയില്ലാത്ത അച്ഛനാണ്, ചെറുതല്ല. വളരെ വിശാലവും വിരാടവുമായ ബാബയാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഒരു ചക്രവർത്തിയുമായി കൂടിക്കാഴ്ച നടത്താൻ പോകുന്ന ആൾക്ക് ഒരു 50% ചക്രവർത്തിയുടെ ഗുണങ്ങൾ ഉണ്ടാകേണ്ടതല്ലേ? അല്പം അന്തസ്സ് കാണാൻ പോകുന്ന ആൾക്ക് ഒന്നും വേണ്ട. നിങ്ങൾക്ക് രാഷ്ട്രപതിയെയോ പ്രധാനമന്ത്രിയെയോ കാണാൻ പോകുമ്പോൾ എത്ര അന്തസ്സോടെ ഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും പോവുക, ശരിയല്ലേ? കാരണം അവിടെ അത്രയധികം ക്യാമറകൾ ഉണ്ടാകും. എത്ര ഫോട്ടോകൾ എടുക്കും? 1% പോലും നിങ്ങളുടെ ഡ്രസ്സിങ്ങിൽ ഒരു കുറവും ഇല്ലാതെയിരിക്കും. നിങ്ങൾ രാഷ്ട്രപതിയെ കാണാൻ പോവുക എന്നാൽ ബാബയ്ക്ക് മുന്നിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒന്നുമല്ല. നമ്മുടെ മനസ്സ് വേണമെങ്കിൽ നമ്മളോട് പറയും, നമ്മുടെ ബാബ വളരെ ചെറുതാണ്. ബാബ ചെറുതല്ല. നിങ്ങൾ ബാബയ്ക്ക് എത്രയധികം ആദരവ് നൽകുന്നുവോ നിങ്ങൾക്ക് അത്രയും നന്നായി യോഗം ചെയ്യാൻ സാധിക്കും. യോഗം ചെയ്യാനുള്ള വളരെ വളരെ സരളമായൊരു വിധിയാണത്. ബാബ സ്വയം വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് മുന്നിലെത്തുന്നത്. എന്നാൽ താങ്കൾ ബാബയെ അത്രയും ഉയരത്തിൽ, അത്രയും ഹൈ ആയി ആദരവോടെ കാണണം. ബാബ എത്ര ഹൈ ആണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുവോ? താങ്കൾക്ക് അത്രയും നന്നായി യോഗം ചെയ്യാൻ കഴിയും. എന്നാൽ നമ്മുടെ മനസ്സ് പറയും, നമ്മുടെ ബാബയല്ലേ. എല്ലാവരും ബാബ എന്ന് പറയുന്നുണ്ടല്ലോ. ബാബ ജ്യോതി സ്വരൂപമാണല്ലോ അതെല്ലാം കാണുന്നത്. ബാബ മുരളികളിൽ വളരെ ആഴത്തിലുള്ള രഹസ്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ധാരാളം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. പക്ഷെ സമയം വളരെ കുറവാണ്. ഞാൻ എനിക്ക് അനുവദിച്ചതിലും കൂടുതൽ സമയമാണ് എടുത്തിട്ടുള്ളത്. താങ്കൾക്ക് എല്ലാവർക്കും വളരെ വളരെ നന്ദി.
താങ്കൾ തൻ്റെ അമൂല്യമായ സമയം ചെലവഴിച്ച് ഇങ്ങോട്ട് വന്നു. താങ്കളുടെ എല്ലാവരുടെയും ആശീർവാദം ഈ സേവാദാരിക്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമേ എനിക്ക് ബാബയുടെ കാര്യങ്ങളെ ഈ ലോകത്തിന് മുഴുവനായും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം എൻ്റെ പക്കൽ യാതൊരു ശക്തിയുമില്ല. താങ്കൾ എല്ലാവരുടെയും ശക്തിയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. മാതാക്കളും സഹോദരിമാരും എനിക്ക് എപ്പോഴും ആശീർവാദങ്ങൾ നൽകണം. ശങ്കരാചാര്യ പോലെയുള്ള വലിയ വലിയ ധർമാത്മാക്കൾ ഇരിക്കുന്ന സ്റ്റേജിൽ സംസാരിക്കാൻ വളരെയധികം ധൈര്യം വേണം. ഒരു വാക്കിൽ പോലും പിഴവ് പറ്റിയാൽ ആകെ പ്രശ്നമാകും. ഇതിനൊക്കെയായി എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദം ഇപ്പോഴും ആവശ്യമാണ്. നിങ്ങളുടെ ആശീർവാദം എനിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഇതുവരെയുള്ള എല്ലാ സമ്മേളനങ്ങളിലും എനിക്ക് നന്നായി ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞത്. അവരെല്ലാവരും എന്നെ അതിശയത്തോടെ നോക്കുക മാത്രമാണ് ചെയ്തത്. ശാന്തി ശാന്തി ശാന്തി. ധന്യവാദ് ധന്യവാദ് ധന്യവാദ്. ഓം ശാന്തി. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഈ സഹോദരൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. ഇവയെ സാധാരണമായി കാണരുത്. നമുക്ക് ആരെയാണ് ലഭിച്ചെന്ന് എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ബാബ എപ്പോഴും പറയാറുണ്ട്, അന്തിമ സമയത്ത് 2 തരത്തിലുള്ള ആളുകൾ പശ്ചാത്തപിക്കും. ഒന്ന്, ആർക്കാണ് ഭാവിയെ ലഭിക്കാതിരുന്നത് അവർ കണ്ണുനീർ വാർക്കും. രണ്ടാമതായി, ആരാണോ ബാബയെ ലഭിച്ചിട്ടും ഒരു പുരുഷാർത്ഥവും ചെയ്യാതിരുന്നത് അവരും പശ്ചാത്തപിക്കും. ഇതിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. ലഭിക്കാതിരുന്നവർ കരഞ്ഞതുകൊണ്ട് അവർക്ക് കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. എന്നാൽ ആരാണോ ബാബയെ ലഭിച്ചിട്ടും പുരുഷാർത്ഥം ചെയ്യാതെ തെറ്റുകൾ ചെയ്തത് അവർക്ക് രക്തത്തിന്റെ കണ്ണുനീര് വരും എന്നാണ് ബാബ പറഞ്ഞിട്ടുള്ളത്. ഇത്രയധികം പശ്ചാത്തപിക്കും. ബാബ നമ്മളെ എത്ര ഉയർന്ന ദൃഷ്ടിയോടെയാണ് കാണുന്നത്. നമ്മുടെ എത്ര വലിയ മഹിമയാണ് ചെയ്യുന്നത്. പാവം നമുക്ക് തന്ന ടൈറ്റിലുകൾ, സമ്മാനങ്ങൾ, ഇതൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും അവനവനെ പറ്റി ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളല്ല. കുട്ടികൾ എങ്ങനെയായിരുന്നു എന്ന കാര്യം ബാബ നോക്കുന്നതേയില്ല. എങ്ങനെയിരുന്നാലും ബാബ കുട്ടികളെ വളരെ ഉയർന്ന ദൃഷ്ടിയിലൂടെ മാത്രമാണ് കാണുന്നത്. ഇതേ തൻ്റെ വാക്കുകൾ കേട്ടതിലൂടെ നമ്മുടെ ശ്രദ്ധ വർദ്ധിച്ചിട്ടുണ്ട് എന്ന ഉറപ്പാണ്. സഹോദരനെ വളരെ വളരെ നന്ദി. അദ്ദേഹം തൻ്റെ വളരെ വിലപ്പെട്ട സമയമാണ് നമ്മളോടൊപ്പം ചെലവഴിക്കാനായി ഉപയോഗിച്ചത്. അദ്ദേഹത്തിനോട് വീണ്ടും വീണ്ടും നന്ദി പറയുന്നു.